നമുക്ക് കണ്ണുകളടച്ച് കർത്താവിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, അവിടുന്ന് ഞങ്ങളെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾ ദൂരവേ പല സ്ഥലങ്ങളിലായിരിക്കുന്നുവെങ്കിലും ഈ സകല ഭൂമിയും അവിടുത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവെ അവിടുത്തെ പാദപീഠമാണ്, അവിടുത്തെ ഫുഡ് സ്റ്റൂൾ, അവിടത്തേക്ക് ഒരു കാല് വയ്ക്കാൻ പോലും കർത്താവെ ഈ ആ, ഭൂമി മതിയാകുന്നില്ലല്ലോ. അത്ര വലിയവനായ കർത്താവിൻ്റെ കാൽപാദത്തെങ്കിൽ ഞങ്ങളായിരിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകിയായിട്ട് ഞങ്ങളെ തന്നെ ഒരു പൂജ്യമായിട്ട്, സീറോ ആയിട്ട് താഴ്ത്തുന്നു. അവിടുത്തെ ആത്മാവിനാൽ അളവില്ലാതെ ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങൾക്ക് അങ്ങയുടെ ശബ്ദം മാത്രം കേൾക്കണം കർത്താവെ. മനുഷ്യന്റെ ശബ്ദം കൊണ്ട് ഒന്നും പ്രയോജനപ്പെടുന്നില്ലല്ലോ യേശുവേ. കർത്താവെ, അവിടുത്തെ ശബ്ദം ആ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള അവിടുത്തെ ജീവജലത്തിന്റെ ഇരച്ചിലായിട്ടുള്ള അവിടുത്തെ ശബ്ദം, ജീവജലങ്ങളെ പകരുന്ന ആത്മാവും ജീവനമാകുന്ന നിത്യജീവന്റെ ശബ്ദത്തെ കേൾപ്പാൻ, നിത്യജീവന്റെ മൊഴികളെ കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേക്ക് ഞങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് ഒരു പ്രവചന ശബ്ദമായിട്ട്, പ്രോഫറ്റിക് വേർഡായിട്ട് അവിടെ ഞങ്ങളോട് പറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങനെയുള്ള സ്നേഹത്തിൽ എരിയുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. പ്രാർത്ഥന കേട്ടത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം യേശുവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നമ്മുടെ വെളിപാട് പുസ്തകം 22 അധ്യായത്തിന് 14 വാക്യം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് എപ്പോഴും ഞാൻ പെട്ടെന്ന് പറയുന്നൊരു ഒരു സംക്ഷേപം, കഥ ഇതുവരെ എന്ന് പറയുന്നത് പോലെ, എന്താ വെളിപാട് പുസ്തകം എന്ന് പറയുമ്പോഴേ നമുക്ക് ഈ 22 അധ്യായത്തിന്റെ 14 വാക്യം എത്തി 21 വരെയുള്ള വാക്യങ്ങളാ. എത്ര വെളിപാട് പുസ്തകം 22-ന് എത്ര എത്ര വാക്യങ്ങളുണ്ട്? 21 വാക്യങ്ങളുണ്ട് അല്ലേ? 22-ന്റെ 21 ആകുമ്പോഴത്തേക്കും വെളിപാട് പുസ്തകം തീരും. അപ്പം ഏതാനും വാക്യങ്ങളും കൂടെ ഉള്ളൂ. നമ്മൾ വളരെ വേർഡ് ബൈ വേർഡായിട്ട്, നമ്മൾ ഇവൻ വേഴ്സ് ടു വേഴ്സും ആയിട്ടും അല്ല, വളരെ വേർഡ് ബൈ വേർഡായിട്ട് വളരെ പതുക്കെ ധ്യാനിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ കുറച്ചുകൂടി ഒരു ഓവറോൾ പിക്ചർ കിട്ടാൻ വേണ്ടി നമുക്ക് ആ ഒരു സാഗ്ബറിന്റെ അന്തിമ വിജയം പുസ്തകം, ഫൈനൽ ട്രയംഫ് എന്നുള്ള ഒരു പുസ്തകമൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ അതിന്റെ കറസ്പോണ്ടിങ് പോർഷനൊക്കെ വായിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഫറൻസസ് ഒക്കെ പതുക്കെ പതുക്കെ എടുത്ത് നോക്കി, അങ്ങനെ പതുക്കെ പതുക്കെ ആണ് നമ്മൾ പോകുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോ എന്താ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വെളിപാട് പുസ്തകത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്താ? നമ്മളിപ്പം അന്ത്യകാലത്ത് ജീവിക്കുന്നു. ഏത് സമയത്തും ഈ ഒരു അസമാധാനം നിറഞ്ഞ യുദ്ധകലുഷിതമായ ഈ ഭൂമിയിൽ സമാധാനമില്ല. അതാ നമ്മുടെ മജസ്, സമാധാനമില്ല ഭൂവിൽ. പിന്നെന്തായിരുന്നു? ദീനം അനുദിനം നിലവിളി പടർന്നുയരുകയായി. ധരണി തന്നെ നമ്മളിപ്പം പാടി നിർത്തിയ പാട്ടുകൾ. അപ്പൊ സമാധാനം ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സമാധാനത്തിന്റെ വക്താവായിട്ട് ആര് വരും? നമ്മൾ ഒരിക്കലും യേശു സമാധാനമായിട്ട് പെട്ടെന്ന് വരും, അങ്ങനെയല്ല. അതിനു മുമ്പേ ഒരു എതിർ ക്രിസ്തു, വ്യാജ ക്രിസ്തു, ഒരു അവനൊരു എതിർ ക്രിസ്തു, വ്യാജ ക്രിസ്തു എന്ന് പറയുമ്പോൾ അവന് അങ്ങനെ ലോകത്തിന്റെ ഒരു വലിയൊരു ഒരു രക്ഷകൻ എന്ന വണ്ണം ഒരു ഒരു കൗണ്ടർ ഫീറ്റ് പതിപ്പ്, ഒരു വ്യാജ പതിപ്പുമായിട്ട് ഇനി ഇറങ്ങുവാണ്. അവനങ്ങ് വലിയ രാഷ്ട്രീയ സമാധാനമൊക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്ര തലവന്മാരെല്ലാം അവന്റെ കുടക്കീഴിൽ, അവന്റെ കാൽക്കീഴിൽ ആകത്തക്ക വണ്ണമുള്ള ഒരു ഏകലോക ഭരണാധികാരി, ഇത് ക്രിസ്തു ആന്റി ക്രൈസ്റ്റ് വിൽ ബി റിവീൽ സൂൺ. അപ്പൊ അങ്ങനെ ക്രിസ്തുവിന്റെ ഭരണം ആദ്യം ഒരു 3.5 വർഷക്കാലം ഒരു സമാധാനപരമായിട്ടൊക്കെ പോകും. പിന്നെ ഒരു 3.5 വർഷക്കാലം പിന്നെ മഹോപദ്രവം, ഗ്രേറ്റ് ട്രിബുലേഷൻ, സഭ അതിലൂടെയൊക്കെ കടന്നുപോയി. കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, കർത്താവ് ആ ഒരു അറ്റ് ദ ഡാർക്കസ്റ്റ് അവർ ആണ് ഏറ്റവും ഇരുട്ടിന്റെ ഏറ്റവും കൂരിരുട്ട് വ്യാപിക്കുന്ന ഏറ്റവും ഡാർക്കസ്റ്റ് അവർ കഴിയുമ്പോഴാണ് പെട്ടെന്ന് മോർണിംഗ് സ്റ്റാർ, ഉദയനക്ഷത്രം ഉണ്ടാകുന്നത്. ഉദയനക്ഷത്രം ഉണ്ടാവുന്നതല്ല, ഉദിക്കുന്നത്. ഉദയനക്ഷത്രം അതിനു മുമ്പേ ഉണ്ടായിരുന്നു. എന്നാൽ ഉദയനക്ഷത്രം, മോർണിംഗ് സ്റ്റാർ ഉദിക്കുന്നത് ആ ഒരു ഡാർക്കസ്റ്റ് അവറിലാണ്. എന്ന് പറഞ്ഞതുപോലെ ആ ഒരു പെർസിക്യൂഷൻ അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഏറ്റവും അതുപോലുള്ള ഒരു സ്പിരിച്വലി ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ആ ഒരു അവറിൽ വ്രതന്മാരെ പോലും വീണു പോകാൻ സാധ്യതയുള്ള തരത്തിലുള്ള, അത് ആ നാളുകൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ വ്രതന്മാർ പോലും വീണു പോയേനെന്ന് കർത്താവ് മത്തായി 24 പറയുന്നുണ്ട്. അപ്പൊ അതുപോലുള്ള ഒരു സമയത്താണ് പെട്ടെന്ന് ഉദയ നക്ഷത്രമായിട്ട് ആരോധിക്കുന്നേ, കർത്താവ് ഉദിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ വെളിപാട് 2:22 നിൽക്കുമ്പോൾ തന്നെ ഹീസ് എ ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ എന്നതിന്റെ 16-ാമത്തെ വാക്യം. ഇനി നമ്മൾ ആ വാക്യത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. 22-16 അവിടെ അതിന്റെ ലാറ്റപ്പാട്ടിൽ, ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു, ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ. ഈവൻ 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിലും, 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം എന്ന് പറയുമ്പോൾ ഏത് സഭയ്ക്കുള്ള ദൂത? അത് 2-ാം അധ്യായത്തിന്റെ അവസാനം ഏത് സഭയ്ക്കുള്ള ദൂത? തയാഥിറ തയാഥിറ സഭയ്ക്കുള്ള
തയാത്തിറ, നമ്മൾ മലയാളത്തിലെ തുയധൈര സഭയ്ക്കുള്ള ദൂത, അവിടെയും അതിന്റെ 2:22 ഐ ഗിവ് ഹിം ദ മോർണിംഗ് സ്റ്റാർ, ജയിക്കുന്നവന് മോർണിംഗ് സ്റ്റാർ, ഉദയനക്ഷത്രം, അവന് ഉദയനക്ഷത്രവും കൊടുക്കും. കർത്താവ് തന്നെയാണ് ഉദയനക്ഷത്രം തന്നെ ഉദയനക്ഷത്രമായിട്ട് വെളിപ്പെടും. കർത്താവ് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നീതി സൂര്യനായിട്ടാണ് പിന്നീട് വെളിപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മലാഖി പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിലെ അവസാനം വിൽ കം ആസ് എ സൺ ഓഫ് റൈച്ചസ്നെസ്, നീതി സൂര്യനായിട്ട് കർത്താവ് വെളിപ്പെടും. എന്നാൽ ആദ്യ ഉദയനക്ഷത്രം അതിന് ശേഷമാണ് സൂര്യനെ കാണുന്നത് എന്ന് പറയുന്നത് പോലെ ആദ്യം കർത്താവ് ജയാളികൾക്ക് കർത്താവ് ഉദയനക്ഷത്രമായിട്ട് വെളിപ്പെടുന്നു, കാന്തനായിട്ട് നമ്മള് നമ്മള് കർത്താവിനോട് കൂടി എടുക്കപ്പെടുന്നു. കർത്താവ് വരുമ്പോൾ നമ്മളും കർത്താവ് നൊടിയിടയിൽ കണ്ണും നേരം കൊണ്ടെന്നൊക്കെ നമ്മൾ 1 Corinthians 15 വായിക്കുന്നുണ്ട്. അറ്റ് ദ ട്വിങ്ക്ലിംഗ് ഓഫ് എൻ ഐ, കണ്ണും നേരം കൊണ്ടായിരിക്കും രൂപാന്തരം ഉണ്ടാവുന്നത്. പെട്ടെന്നുള്ളൊരു രൂപാന്തരം. കണ്ണും എത്ര 1/6 of a second ഒക്കെയാണെന്ന് ഇങ്ങനെ നമ്മൾ പറയും. അപ്പം പെട്ടെന്നുള്ള ഒരു രൂപാന്തരം ഉണ്ടാവുന്നു. എന്താ ആദ്യം കർത്താവിൽ മരിച്ചവര് അക്ഷയരായിട്ട് ഉയർക്കുന്ന കാര്യമൊക്കെ നമ്മൾ 1 Thessalonians 4-ാം അധ്യായത്തിന്റെ അവസാനം നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം ജീവിച്ചിരിക്കുന്നവരായ നമ്മളും എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് നമ്മൾ മരിച്ചിട്ടില്ലെങ്കിൽ പൗലോസും ജീവിച്ചിരിക്കുന്നവരായ നമ്മളെന്ന് പറഞ്ഞു. എന്നാൽ പൗലോസ് അതിന് ശേഷം പിന്നെ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ജീവിക്കുമ്പോൾ ഓഫ്കോഴ്സ് നമ്മൾ വി ആർ നോട്ട് ലുക്കിംഗ് ഫോർവേഡ് ടു ദ ഗ്രേവ് ബട്ട് ടു ദ സ്കൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുമ്പോൾ അയ്യോ ഞാൻ എപ്പം മരിക്കും എന്നല്ല ചിന്തിക്കുന്നത്, കർത്താവിനോട് കൂടെ എപ്പം ചേർക്കപ്പെടുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓഫ്കോഴ്സ് അപ്പം എന്നാൽ ഓഫ്കോഴ്സ് കർത്താവിൻ്റെ ഹിതത്തിൽ നമ്മൾ കർത്താവ് വരുന്നതിന് മുമ്പേ തന്നെ മരണത്തിലൂടെ എടുക്കപ്പെടുവാണെങ്കിൽ അങ്ങനെ. അപ്പം ജീവിച്ചിരിക്കുന്നവരായ നാമും രൂപാന്തരം പ്രാപിക്കുക. ആദ്യം മരിച്ചവർ, കർത്താവിൽ മരിച്ച വിശ്വാസികളായിട്ടുള്ളവർ ആദ്യം രൂപാന്തരം പ്രാപിക്കും. പിന്നീട് ജീവിച്ചിരിക്കുന്നത് നമ്മൾ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ ചെന്നെതിരെ മധ്യാകാശത്ത് എതിരേൽക്കുന്നതും കർത്താവുമായിട്ട് വന്ന് ഇവിടെ ഒലിവ് മലയിൽ കർത്താവ് കാല് ചവിട്ടുന്നതും അർമുഗദോൻ യുദ്ധമൊക്കെ കർത്താവിനോട് കൂടെ നമ്മളും കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കും. അർമുഗദോൻ യുദ്ധമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് കർത്താവ് ഒരു 1000 വർഷക്കാലം ഭരണം സ്ഥാപിക്കും. അപ്പോൾ ആ 1000 വർഷക്കാലം ഭരണം തുടങ്ങുന്ന വേളയിൽ തന്നെ കർത്താവ് നമുക്ക് വ്രതന്മാർക്ക്, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, വ്രതന്മാർ എന്ന് പറഞ്ഞാൽ എലക്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എന്ത് നൽകും? പ്രതിഫലം നൽകും. നമുക്കുള്ള പ്രതിഫലം ഉണ്ടെന്നൊക്കെയാണ് അതിൻ്റെ തൊട്ട് മുമ്പേ 22:12 നമ്മൾ വായിച്ചേ. ടു റെൻഡർ ടു ഈച്ച് മാൻ അക്കോർഡിംഗ് ടു വാട്ട് ഹി ഹാസ് ഡൺ, അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. പ്രതിഫലമൊക്കെ കൊടുത്ത് പിന്നെ 1000 വർഷക്കാലം. അപ്പം അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ വിശ്വസ്തതയ്ക്ക് അനുസരിച്ചുള്ള ഒരു പ്രതിഫലം, അതിനനുസരിച്ച് നാം കർത്താവിനോട് ചേർന്നിരുന്ന് വാഴും. 1000 വർഷക്കാലം കർത്താവിനോടൊപ്പം വാഴും. അതിനുശേഷം അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ജോസ്റ്റിയായിരുന്നു ചോദിച്ചാൽ 1000 വർഷക്കാലം, അപ്പൊ ആൾക്കാരൊക്കെ എത്ര വർഷമൊക്കെ ജീവിച്ചിരിക്കും ഈ 1000 വർഷക്കാലമൊക്കെ. അപ്പൊ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചായിരുന്നു. അത് ആ സമയത്തൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ചിന്തിച്ചായിരുന്നു. അപ്പം നമ്മള് പ്രളയത്തിന് മുമ്പ് മനുഷ്യരുടെ ആയുസ്സൊക്കെ അങ്ങ് 900 സംതിങ് വർഷങ്ങളൊക്കെ ആയിരുന്നു. ആദാമും മെതുസല മെതുസലയാണ് ഏറ്റവും അധികം ലോങ്സ്റ്റ് ലൈഫ് സ്പാൻ ആർക്കായിരുന്നു ഉണ്ടായിരുന്നേ? മെതുസല എത്ര വർഷമായിരുന്നു? 969. 969 വർഷങ്ങളാണ് മെതുസല ജീവിച്ചത്. അപ്പം അതുപോലെയൊക്കെയുള്ള ലൈഫ് സ്പാൻ ആയിരിക്കും അന്നും. മരണങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിലൊക്കെ ആ ഒരു 1000 വർഷക്കാല ഭരണത്തിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള ചില പ്രവചനങ്ങളൊക്കെ സെഖര്യാവിന്റെ പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വന്നായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്റെ ആയുസ് പ്രീ ഫ്ലഡ് അല്ലെങ്കിൽ പ്രീ ഡെല്യൂജ്, പ്രളയാനന്തരം നമ്മളിപ്പം പറയും, നമ്മുടെ ഇവിടെ കേരളത്തിൽ പറയുന്ന പ്രളയം വന്നതിന് ശേഷം, ഇത് പ്രളയപൂർവമായിട്ടുള്ള തരത്തിലുള്ള ആയുസ്, പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന തരത്തിലുള്ള ആയുസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാൽ കർത്താവിന്റെ ഏറ്റവും നീതിയുള്ള ഭരണം എന്ന് കാഴ്ചവെക്കപ്പെടും. ഇന്ന് അനീതിയുള്ള ഭരണം കാരണം ആൾക്കാർ പല സമരവും കാര്യങ്ങളൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ഏറ്റവും നീതിപൂർവമായിട്ടുള്ളൊരു ഭരണം അന്ന് കർത്താവ് കാഴ്ചവെക്കും. എത്ര വർഷമാണ്? 1000 വർഷക്കാലം. അതിനുശേഷം ആ സമയത്ത് ഈ 1000 വർഷക്കാലം സാത്താനെ കൂട്ടിലിട്ടേക്കുമായിരിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പട്ടിയെ പിടിച്ച് കൂട്ടിലിടുന്നത് പോലെ സാത്താനെ എവിടെ കൊണ്ടിടും? അഗാധത്തിലായിരിക്കും. അബിസ്, ഒരു ബോട്ടംലെസ് പിറ്റ്, അതുപോലൊരു അഗാധത്തിലായിരിക്കും അവനെ ബന്ധിച്ചിരിക്കുന്നത്. അതിനുശേഷം 1000 വർഷക്കാലം കഴിയുമ്പോഴത്തേക്കും സാത്താനെ തുറന്നു വിടുന്നു. പിന്നെ അവൻ ചെന്ന് അവൻ്റെ പണി തുടങ്ങും. എന്താ? മറ്റുള്ളവർ വഞ്ചിക്കുക എന്നുള്ളത് അവൻ്റെ സ്വഭാവം. അപ്പം അവൻ വഞ്ചിച്ച് പിന്നെ ആൾക്കാർ കർത്താവിനെതിരെ തിരിച്ച് എന്ന സ്വർഗത്തിൽ നിന്നുള്ള തീ വന്ന് അവരെ ദഹിപ്പിക്കുന്ന രംഗമൊക്കെ നമ്മൾ എവിടെ കണ്ടു? വെളിപാട് 20-ന്റെ 9-ാമത്തെ വാക്യം. അതിനുശേഷം ഈ സാത്താനെ എങ്ങോട്ട് കൊണ്ടുവന്നിടുന്നു?
തീപ്പൊയ്കയിലോട്ട് കൊണ്ടിടുന്നു. ബ്ലും എന്ന് പറഞ്ഞ സത്യം തീപ്പൊയ്കയിലോട്ട് വീഴുമ്പോൾ ആര് അപ്പുറം ഇപ്പുറം ഉണ്ട്? എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും. 1000 വർഷക്കാലമായിട്ട് അവരിങ്ങനെ ഇരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. 1000 വർഷത്തിന്റെ തുടക്കത്തിലെ അവരെ അർമുദൻ യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ അങ്ങോട്ട് പിടിച്ചിട്ടായിരുന്നു ഇവിടെ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും. അവരുടെ ഒത്ത നടുവിലേക്ക് സാത്താനെയും കൂടെ കൊണ്ടിടുന്ന കാര്യം നമ്മൾ വെളിപാട് 20:10 വായിച്ചതിന് ശേഷം അവിശ്വാസികളുടെ ന്യായവിധി, സിംഹാസനം, വലിയൊരു വെള്ള സിംഹാസനം കണ്ട കാര്യമൊക്കെ നമ്മൾ വെളിപാട് 20:11 വായിക്കുന്നത്. അതിനുശേഷം അപ്പോൾ അങ്ങനെ ജീവന്റെ പുസ്തകത്തിൽ പേര് കാണാത്തവരെല്ലാം തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടുന്ന കാര്യമൊക്കെ നമ്മൾ അതിന്റെ വെളിപാട് 20:15 വാക്യത്തിൽ വായിച്ചിട്ടാണ് 21 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ എന്ത് വായിച്ചത്? ന്യൂ ഹെവൻസ് ആൻഡ് ദ ന്യൂ എർത്ത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചമൊക്കെ അങ്ങ് മാറി പുതിയൊരു പ്രപഞ്ചവും പുതിയൊരു ഭൂമിയും ആയിരിക്കും. അവിടെ കടലുണ്ടായിരിക്കത്തില്ല എന്നൊക്കെയുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 21:1 വായിച്ചു. അതിനുശേഷം ആ കുഞ്ഞാടിന്റെ കല്യാണം, കാന്തയാകുന്ന പുത്തൻ യെരൂശലേമിന്റെ വർണ്ണനയൊക്കെ നമ്മൾ 21 അധ്യായത്തിൽ വായിച്ചു. ആ സ്വർഗത്തിലുള്ള സിംഹാസനത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നതൊക്കെ എവിടെ വായിച്ച്? വെളിപാട് 22:1 വാക്യത്തിൽ റിവർ ഓഫ് ദ വാട്ടർ ഓഫ് ലൈഫ് ഫ്ലോയിങ് ഫ്രം ദ ത്രോൺ ഓഫ് ഗോഡ് ആൻഡ് ദ ലാംപ്. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദി ഒഴുകുന്ന കാര്യവും നാം കർത്താവിനെ മുഖം കണ്ട് ആരാധിക്കുന്ന അടിമദാസന്മാർ കർത്താവിനെ മുഖം കണ്ട് ആരാധിക്കുന്ന കാര്യമൊക്കെ നമ്മൾ വെളിപാട് 22:4 വായിച്ച് അതിനുശേഷമാണ് നമ്മൾ ഇപ്പം കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ബ്ലസ്സഡ് എന്ന് പറഞ്ഞൊരു വാക്ക്. ബ്ലസ്സഡ് നമ്മള് ഇംഗ്ലീഷിൽ ബ്ലസ്ഡ് എന്നല്ലേ പറയേണ്ടതെന്നൊക്കെ ചിലർ ചോദിക്കും. വേർബായിട്ട് പറയുമ്പോൾ ബ്ലസ്ഡ്, പാസ്റ്റ് ടെൻസിൽ ബ്ലസ്ഡ്. എന്നാൽ ആഡ്ജക്റ്റീവ് ആയിട്ട് പറയുമ്പോൾ ബ്ലസ്സഡ് ആർ ദ പോർ ഇൻ സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് ദം, ബട്ട് ബ്ലസ്സഡ് ആർ ദ പോർ ഇൻ സ്പിരിറ്റ്. ഞാൻ ചെറിയൊരു ഇംഗ്ലീഷ് ക്ലാസ് എടുത്തതേ ഉള്ളൂ. അപ്പം ബ്ലസ്സഡ് എന്നുള്ള വാക്ക് നമ്മൾ എവിടെ വായിച്ചു? 14 വാക്യം. എന്താ? ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടെ. ഇതിന്റെ 14 വാക്യം 22:14. അതാ നമ്മൾ വായിച്ച്, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യവാന്മാർ എന്നുള്ള പദം, ബ്ലസ്സഡ് എന്ന് പറഞ്ഞ മക്കാരിയോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് പദമാണ് നമ്മൾ വായിച്ചത്. മക്കാരിയോസ് എന്നുള്ള വാക്കിന് അസൂയാവഹമാം സന്തോഷമുള്ളവർ, ഇൻവിയബിളി ഹാപ്പി, ബ്ലസ്സഡ്, ഹാപ്പി, മറ്റുള്ളവർക്ക് അസൂയ തോന്നിക്കത്തക്കവണ്ണം ഉള്ള സന്തോഷമുള്ളവർ. അതുപോലെ ഒരു ഭാഗ്യാവസ്ഥ, അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ, ഒരു ലക്കി, ലോട്ടറി അടിക്കുന്ന ലക്കി എന്നുള്ളൊരു അർത്ഥമല്ല, മറിച്ച് ഭാഗ്യാവസ്ഥ, അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ, ബ്ലസ്സഡ്. അപ്പൊ അങ്ങനെ ആ ബ്ലസ്സഡ് എന്നുള്ള വാക്ക് വെളിപാട് പുസ്തകത്തിൽ എത്ര തവണ ഉണ്ടെന്ന് നമ്മൾ കണ്ടു? 7 തവണ ഉണ്ടെന്ന് കണ്ടു. 7 എന്നുള്ള സംഖ്യ പലയിടത്തും ഒക്കെ വരുന്ന നമ്മുടെ ഈ പ്രകൃതിയിലെ ദൈവം സൃഷ്ടിച്ച ഇപ്പം തന്നെ 7 ദിവസങ്ങൾ, കർത്താവിനാണ് 7 ദിവസങ്ങൾ. പിന്നെ മഴവില്ലിന് 7 വർണ്ണങ്ങൾ, 7 സ്വരങ്ങൾ, സരിഗമ പദനിസ, ഡോറേമി ഫാസോ. പിന്നെന്താ? ഡോറേമി ഫാസോ കഴിഞ്ഞിട്ട് എന്തായിരുന്നു? അതന്നെ സോല, ടിഡോ. ഓക്കെ. ആ ഒരു 7 സരിഗമ പദനിസ മാതിരി വെസ്റ്റേണിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു 7 സ്വരങ്ങളുടെ കാര്യം ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ വെളിപാട് പുസ്തകത്തിൽ തന്നെ 7 ഫോൾഡ് ഹോളി സ്പിരിറ്റ്, ആ ഒരു 7 ഫോൾഡ് ഹോളി സ്പിരിറ്റ് എന്ന് പറയാനുള്ള കാരണമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച യെശയ്യാ 11:2-3 വാക്യങ്ങളിൽ നിന്നൊക്കെ, 2-ാമത്തെ വാക്യത്തിൽ നിന്നൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ഈ 7 പ്രാവശ്യം ഭാഗ്യാവസ്ഥ എന്ന് പറയുമ്പോൾ അതിന്റെ 1-ാമത്തെ ബ്ലസ്സഡ് എന്നുള്ള വാക്യം നമ്മൾ എവിടെ കണ്ടേ? വെളിപാട് 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തില് കർത്താവിന്റെ വചനങ്ങള്, അതായത് എസ്പെഷ്യലി ഈ വെളിപാട് പുസ്തകത്തിലെ വചനങ്ങള് നമ്മൾ യഥാർത്ഥത്തില് നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തില് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ടോ? അതോ 7 പ്രാവശ്യം എവിടേക്കോ പറഞ്ഞിട്ടുണ്ട്, എവിടെങ്കിലും പറയട്ടെ, നമുക്കിപ്പോൾ എന്തോ വേണം എന്നുള്ളൊരു മട്ടിലാണോ നമ്മളിരിക്കുന്നത്? അത് കർത്താവേ, എനിക്കും ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ എൻ്റെ ജീവിതത്തിലും വേണം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ, ആ ഒരു വലിയൊരു സന്തോഷകരമായ ഒരവസ്ഥ. അത് ആ 7 തവണ പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ, അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച, എൻ്റെ അങ്ങേയാഴ്ചയായിട്ട് ആ 3-ാമത്തെ വാക്യം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഈ പ്രവചനത്തിലെ വാക്കുകളെ, അതായത് വെളിപാട് 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും. തെരയോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്ക് നമ്മൾ കീപ്, ഒബ്സർവ്. എന്നെ സ്നേഹിക്കുന്നവന്റെ വാക്കുകളെ തെരയോ, പാലിക്കും അല്ലെങ്കിൽ പ്രമാണിക്കും. കീപ്, ഓ ഒബ്സർവ്, ഓ ഹീഡ്. അത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ വെളിപാട് 1-ന്റെ 3-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. അപ്പം നമ്മള് വചനം അനുസരിക്കുന്നവരാണോ? വചനം അനുസരിക്കുന്നതിലെ ധന്യത, ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചത്. നമ്മൾ
വചനം അനുസരിക്കാൻ നമ്മളുടെ ജീവിതത്തെ കർത്താവിനായിട്ട് കൊടുത്തിരിക്കുന്നവരാണോ? നമുക്ക് വചനം അനുസരിക്കാം. നമുക്ക് തന്നെ സ്വതവേ ശക്തിയില്ല. നമ്മുടെ സ്വയശക്തിയിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും അനുസരിച്ച് നമുക്ക് തോന്നിയാൽ അത് യഥാർത്ഥത്തിൽ ദൈവമുമ്പാകെ കൗണ്ടബിൾ അല്ല, എണ്ണത്തക്കതല്ല. മറിച്ച് നമ്മളുടെ നിസ്സഹായാവസ്ഥ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ അവിടുത്തെ വചനത്തിന്റെ ആ സ്റ്റാൻഡേർഡ് എപ്പോഴും സന്തോഷിപ്പിൻ, എല്ലാത്തിനായിട്ടും സ്തോത്രം ചെയ്യുവിൻ, അല്ലെങ്കിൽ ഒന്നും പരാതിയും വെറുപ്പും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെയൊക്കെയുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ, അല്ലെങ്കിൽ കോപവും മോഹവും എല്ലാം അതിജീവിക്കുന്ന കാര്യങ്ങളും, ആകുല ചിന്തകൾ അതിജീവിക്കുന്ന കാര്യങ്ങളും, മറ്റുള്ളവർ വിധിക്കരുത്, നിഗളത്തിന്റെ കാര്യം, അതുപോലെയുള്ള ഒരു കർത്താവിന്റെ താഴ്മയും സൗമ്യതയും, അങ്ങനെയൊക്കെയുള്ള ദൈവത്തിന്റെ വലിയ വചനത്തിന്റെ വലിയ നിലവാരങ്ങൾ കാണുമ്പോൾ കർത്താവ്, ഞാനായിട്ട് എനിക്ക് സ്വയമായിട്ട് ഇതൊന്നും, കർത്താവിൻ്റെ സ്വന്തം ശക്തിയിൽ ഇതൊന്നും എനിക്ക് പറ്റത്തില്ല. മറിച്ച് കർത്താവ്, ഞാൻ ഒരു നിസ്സഹായനാണ്, ഞാനൊരു സീറോ ആണ്, ഞാനൊരു വട്ടപൂജ്യമാണ്, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിനെ അങ്ങ് അതുപോലെ ഹെൽപ്ലെസ് ആയിട്ട് നിസ്സഹായതയോടെ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ അങ്ങ് കർത്താവിനെ അങ്ങ് അള്ളിപ്പിടിക്കുമ്പോൾ എന്താ, കർത്താവ് നമ്മുടെ ആ സ്വയത്തിന്റെ ശക്തി, നമ്മുടെ ആ സ്വയബലം, ഞാൻ എന്നുള്ള അതൊക്കെ അങ്ങ് നമ്മ ദൈവഭാഗ്യം അങ്ങ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ ബലം നമ്മളിലൊന്ന് നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ, കർത്താവിന്റെ വചനങ്ങൾ അനുസരിക്കും നമ്മളെ സഹായിക്കും. അതാ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ എന്നാണ് ഫിലിപ്പിയർ 4:13 സത്യവേദ പുസ്തകം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നമ്മളത് കുറച്ചുകൂടെ കറക്റ്റായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാ? എന്നെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിൽ എനിക്കെല്ലാം സാധ്യമാണ്. ഇൻ ക്രൈസ്റ്റ് ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എൻ ക്രിസ്തോസ് എന്നുള്ളൊരു വാക്ക് അവിടെ ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്. എൻ എന്നുള്ള വാക്കിന് ത്രൂ എന്ന്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം അല്ലെങ്കിൽ ത്രൂ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷേ എൻ എന്നുള്ള വാക്ക്, എൻ എന്നുള്ള ആ ഗ്രീക്ക് വാക്ക്, അതിൻ്റെ ഏറ്റവും കൂടുതൽ തവണ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ എന്നാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള പരിഭാഷ ക്രിസ്തുവിൽ, അത് ക്രിസ്തുവിൽ ഞാൻ വസിക്കുവാണെങ്കിൽ, ക്രിസ്തുവിൽ ഞാനങ്ങ് മറിഞ്ഞിരിക്കുവാണെങ്കിൽ, പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ എന്ന് പറയുന്ന പോലെ നമ്മൾ ക്രിസ്തുവിൽ അങ്ങ് മറിഞ്ഞിരുന്ന, കർത്താവ് എന്നെ കൊണ്ട് പറ്റില്ല, ക്രിസ്തു ആവുന്ന പിളർപ്പിൽ ഞാൻ അങ്ങ് മറയുന്നു എന്ന് പറഞ്ഞാൽ ഇൻ ക്രൈസ്റ്റ് ആണെങ്കിൽ എനിക്കെല്ലാം പറ്റും. ഇപ്പം നമ്മൾ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ജോലി ചെയ്യുന്ന മുതിർന്നവരുണ്ട്, അതുപോലെ നമ്മുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളിലൊക്കെ സഭയിലും വീട്ടിലും നാട്ടിലും ദേശത്തും ഒക്കെ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഓരോ ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഈവൻ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പാപത്തെ അതിജീവിക്കുവാൻ, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും ഒക്കെയുള്ള ഓരോരോ ദൗത്യങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ഓരോ ഇടത്ത്, നമ്മളുടെ ജോലി സ്ഥലത്തും നമ്മളുടെ ബന്ധുമിത്രാദികളുടെ ഇടയിലൊക്കെ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ആ ഒരു കൃപയോടെ സത്യത്തോടെ നമുക്ക് നിൽക്കുവാനൊക്കെ ആരാ നമ്മളെ ശക്തിപ്പെടുത്തുന്നേ? നമ്മൾ ഈ പാറയിലങ്ങ് മറഞ്ഞ ഇൻ ക്രൈസ്റ്റ് കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും. അതാ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ, നമ്മളായിട്ട് എന്തോ ഞാൻ ഇനിയിപ്പോൾ ഇന്ന് മുതൽ ഇതനുസരിക്കാൻ പോകുന്നു അങ്ങനെ എന്തോ ഒരു ടിക്കറ്റ് അങ്ങ് നമ്മളുടെ സ്വന്തം ശക്തിയിൽ അനുസരിക്കുന്നതാണെങ്കിൽ എന്താ, എല്ലാം അനുസരിച്ചിട്ട് വരണോ, അനുസരിച്ചില്ലെങ്കിൽ എല്ലാം അനുസരിക്കാത്തതുപോലെയാണെന്നാണ് യാക്കോബ് 2:10 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ സ്വയശക്തിയിൽ അനുസരിച്ചാൽ നമ്മൾ ഇതനുസരിച്ച് ഇങ്ങനെ സ്വയശക്തിയിൽ നമ്മൾ പല്ല് കടിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ അനുസരിച്ചതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ വേറെ വെറുതെ അനുസരിച്ചിട്ടില്ലായിരിക്കും. അപ്പം ഒന്നും അനുസരിച്ചിട്ടില്ലാത്തതിൻ്റെ തുല്യമായിരിക്കും. അത് നമ്മൾ യാക്കോബ് 2:10 നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണോ? ജെയിംസ് ടൂറ്റൺ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ഒരു കൽപ്പനയിൽ സ്റ്റംബിൾ ചെയ്ത എല്ലാത്തിനും സ്റ്റംബിൾ ചെയ്ത പോലെയാണെന്ന് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം നമ്മളൊരു എന്തൊരു അന്യായമാണ്, ഒരെണ്ണം വലിയ തെറ്റിയുള്ളൂ, അപ്പോഴത്തേക്കും 10ൽ 0 കിട്ടുന്നത് എങ്ങനെയാ? ഇതെന്ത് സ്കൂളാണ്, എന്ത് ടീച്ചറാണിത് അല്ലേ? ഒരു ഉത്തരം തെറ്റിയപ്പോഴത്തേക്കും എല്ലാത്തിനും വട്ടപ്പൂജ്യം. അതാ യാക്കോബ് ജെയിംസ് 2:10, ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി തീർന്നു എന്ന് പറഞ്ഞാൽ, ഈ ഒന്നിൽ തെറ്റെന്ന് പറഞ്ഞാൽ എന്താ, അവന് ബാക്കി 9 അപ്പം എങ്ങനെ ആയിരിക്കും? അവൻ്റെ ആ ഒരു സ്വയശക്തിയിലാണ് അവനെ അനുസരിക്കുന്നത്. എല്ലാത്തിനും കുറ്റക്കാരനായി തീർന്നു. അത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലോട്ടൊന്നും വന്നില്ല. എന്നാൽ നമ്മൾ കർത്താവ് എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിസ്സഹായതയോടെ കർത്താവിൽ അങ്ങ് വസിക്കുമ്പോൾ, ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ വസിക്കുമ്പോഴാണ് ആ ജീവരസം കൊമ്പുകളിലേക്ക് ഒഴുകി നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കൽപ്പനകളും
കർത്താവിന് നമുക്ക് അനുസരിക്കാൻ സാധിക്കും. അഥവാ നമ്മൾ വീണുപോയാലും പെട്ടെന്ന് തന്നെ നമ്മൾ അനുദപിച്ച് കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുക. അല്ലാതെ നമ്മുടെ സ്വന്തം ശക്തിയിൽ എന്തോ ന്യായപ്രമാണം നമ്മളെന്തോ ടിക്ക് ചെയ്ത് അനുസരിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല. മറിച്ച് കർത്താവ് തന്നെ നമുക്ക് ആ ഒരു വചനങ്ങൾ അനുസരിക്കുവാനുള്ളൊരു ശക്തിയും ബലമൊക്കെ തരും. പിന്നെ കർത്താവിന് പല വചനത്തിൻ്റെ പല അതിൻ്റെ ആഴങ്ങളും കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് കൂടുതലായിട്ട് വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ അതൊക്കെ അനുസരിക്കാനായിട്ട് നമ്മളെ തന്നെ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുവാനും ആ വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആ വചനം ജഡമായി തീരും എന്ന് പറഞ്ഞാൽ യേശുവിൽ വചനം ജഡമായി തീർന്നത് പോലെ നമ്മളുടെ ആത്മമനുഷ്യനിലും വചനം നമ്മുടെ ആത്മമനുഷ്യൻ്റെ മാംസമായിട്ട് തീരും എന്ന് പറഞ്ഞാൽ ആത്മമനുഷ്യൻ്റെ ഭാഗമായിട്ട് തീരും, നമ്മുടെ ആത്മാവിൻ്റെ ഭാഗമായിട്ട് തീരും, നമ്മുടെ അനുഭവമായിട്ട് തീരും, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വെളിപ്പാടായിട്ട് നമ്മുടെ അനുഭവമായിട്ട് തീരും. ഇപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പരിപൂർണതയുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വെറും വാക്യമല്ല, മറിച്ച് സങ്കീർത്തനം 16:11 അപ്പോസ്തലപ്രവൃത്തി 2:25 ഉദ്ധരിച്ചിരിക്കുന്ന ഒരു വാക്യം, 2:28 ഉദ്ധരിച്ചിരിക്കുന്ന ഒരു വാക്യം മാത്രമല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിന് പരിപൂർണത, ഒരു സന്തോഷത്തിന് നിറവുണ്ടെന്നുള്ള കാര്യം നമുക്കതൊരു അനുഭവമായിട്ടായിരിക്കും. അതൊരു വെറും ഒരു അക്ഷരമല്ല, മറിച്ച് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തീരും. അതാ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാന്മാർ, ആ ഒരു വചനം അനുസരിക്കുന്നതിലുള്ളൊരു ഭാഗ്യാവസ്ഥ. പിന്നെ നമ്മൾ രണ്ടാമത്തെ ഭാഗ്യാവസ്ഥയാണ് വെളിപാട് 14 അധ്യായത്തിന് 13 വാക്യം. നമ്മളത് കഴിഞ്ഞ ആഴ്ച അവസാനം ഒന്ന് വായിച്ചു. എന്താ, കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നൊരു വാക്യമാണ് അത്. കർത്താവിൽ മരിക്കുന്നവർ എപ്പോഴും ഭാഗ്യവാന്മാരാണ്. പക്ഷേ അവിടെ ഈ അന്ത്യകാലത്ത് ഈ ഒരു വളരെ സഹിഷ്ണുതയോടെ കർത്താവിന് വേണ്ടി നിന്ന് മരിക്കുന്നവരുടെ ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനത് 12ഉം 13ഉം കൂടെ അങ്ങ് വായിക്കാം. ദൈവകൽപ്പനയും യേശുക്രിസ്തുവിൽ, എവിടെ നമ്മൾ വായിക്കുന്നത്? വെളിപാട് 14 അധ്യായം അതിൻ്റെ 12ഉം 13ഉം ഞാൻ വായിക്കുവാണേ. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അപ്പം ആ ഒരു സഹിഷ്ണുതയോടെ കർത്താവിന് വേണ്ടി മഹോപദ്രവത്തിലുമൊക്കെ കർത്താവിന് വേണ്ടി ഒരു നിലപാടെടുത്ത് നിൽക്കുന്ന ആ ഒരു സഹിഷ്ണുത, അത് here is perseverance of the saints who keep the commandments of God and their faith in Jesus. അപ്പോഴോ സ്വർഗത്തിൽ നിന്നൊരു വലിയ ശബ്ദം കേൾക്കുന്നു. എന്താ? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. 13 വാക്യം കണ്ടു. വെളിപാട് 14:13. അത് പറഞ്ഞത് എഴുതുക, റൈറ്റ്, ഗ്രാഫോ. വെളിപാട് പുസ്തകത്തിലെ ഗ്രാഫോ എന്ന് ഒരുപാട് തവണ പറയുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. എന്താ? എഴുതുക 7 സഭകളോടും എഴുതുക എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു 5 തവണയും കൂടി എഴുതുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 12 തവണ നമ്മളോട് എഴുതാനുള്ളൊരു കമാൻഡ്മെന്റ് ഉണ്ട്. അങ്ങനെ ആ ഒരു വെളിപാട് പുസ്തകത്തിൽ ഇവിടെ എഴുതുക. നമ്മൾ പലപ്പോഴും ബൈബിൾ സ്റ്റഡിയും വചനമൊക്കെ കേൾക്കുമ്പോൾ എഴുതിയെടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മറവിയുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ വചനങ്ങൾ കേൾക്കുമ്പോൾ ഒക്കെ ആ റെഫറൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുത്ത് പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ അങ്ങേക്ക് നമ്മൾ ടച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫ്രേസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതിയെടുക്കുമ്പോൾ പിന്നീട് നമുക്ക് നോക്കാൻ സമയം കിട്ടില്ലെങ്കിൽ പോലും എഴുതിയത് കൊണ്ട് തന്നെ നമുക്കതൊരു പിന്നീട് അത് കുറച്ചുകൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയുവാൻ അത് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാണ്, സഹായകമാണ്. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഓർക്കുമ്പോൾ അത് എടുത്ത് നോക്കാനും ഒക്കെ നമുക്ക് ഈസി ആയിരിക്കും. അപ്പം അത് വെളിപാട് പുസ്തകത്തിൽ ആ ഗ്രാഫോ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വാക്ക്, നമ്മൾ ഗ്രാഫ് പേപ്പർ എന്നൊക്കെ നമുക്കറിയാം, ടെലിഗ്രാഫ്. അപ്പം ഗ്രാഫോ എന്ന് പറഞ്ഞാൽ എഴുതുക. ഗ്രാഫോ എന്നാണ് യോഹന്നാനോട് പറയുന്നത്. അതിലൊരു ഗ്രാഫുമാണ് ഈ വെളിപാട് 14:13. അത് വളരെ ഇത് മറക്കാതെ എഴുതണം എന്ന് പറഞ്ഞ് യോഹന്നാൻ മറക്കാതെ എഴുതിക്കൊള്ളും. പക്ഷെ എങ്കിലും ഊന്നി പറയുമോ ദൈവാത്മാവ്. സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം കിട്ടും. അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ബ്ലെസ്സഡ് ആർ ദ ഡെഡ് ഹു ഡൈ ഇൻ ദ ലോർഡ് ഫ്രം നൗ ഓൺ. അപ്പം ആ ഒരു കർത്താവിൽ മരിക്കുന്നവർ എപ്പോഴും ഭാഗ്യവാന്മാരെന്ന് വെച്ചാൽ അവർ സ്വർഗത്തിന് അവകാശികളാണ്. കർത്താവിനോടൊപ്പം നിത്യതയിൽ അവർ കർത്താവിനോട് ചേർന്നിരിക്കുന്നവരാണ്. എന്നാൽ ഈ ഒരു സഹിഷ്ണുതയിൽ, ഈ ഒരു മഹോപദ്രവത്തിൽ, വലിയ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ കർത്താവിന് വേണ്ടി ധീരമായിട്ട് നിന്ന് മരിക്കുന്നവർ, അവർക്ക് വലിയൊരു ഭാഗ്യാവസ്ഥയുണ്ട്. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ദേ മേ റെസ്റ്റ് ഫ്രം ദെയർ ലേബേഴ്സ്. അവർ കർത്താവിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു റെസ്റ്റ് ഇൻ പീസ്, അവരെ സ്വസ്ഥതയിൽ വിശ്രമത്തിലേക്ക് കടക്കുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറഞ്ഞു. ഈ വാക്യമൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അത് 1 തിമോഥെയോസ് 5 അധ്യായത്തിലെ ഒരു വാക്യമായിട്ട് കമ്പയർ ചെയ്തൊക്കെയായിരുന്നു അന്ന് അന്തിമവിജയം പുസ്തകത്തിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചത്. അപ്പം ചിലരുടെ ദുഷ്പ്രവൃത്തികൾ വളരെ എവിഡൻ്റ് ആയിരിക്കും. അത് നമ്മൾ
ആ, ഒന്ന് തിമോത്തിയോസ് 5:24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ തന്നെ വെളിവായിരിക്കുന്നു. ഉം. അവരുടെ യുനോ പാപങ്ങൾ വളരെ അവർക്ക് മുമ്പേ അവരുടെ പാപങ്ങളാ വെളിപ്പെടുന്നത്. അപ്പം ചിലരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ തന്നെ വെളിവായിരിക്കുന്നു. ചിലരുടെ പാപങ്ങളോ ക്രമേണ എത്ര, ചിലരുടെ പാപങ്ങൾ ഹിഡൻ സിൻസ് ആയിരിക്കും, മറഞ്ഞിരിക്കുന്ന പാപങ്ങളായിരിക്കും, വിസ്താരത്തിലായിരിക്കും അത് വെളിപ്പെട്ട് വരുന്നത്, വിസ്താരത്തിൽ. സൽപ്രവൃത്തികൾ അങ്ങനെ തന്നെ വെളിവാകുന്നു. 25-ാമത്തെ വാക്യം 1 തിമോത്തിയോസ് എടുത്ത് 1 തിമോത്തിയോസ് 5:25 വെളിവാകാത്തവയും മറഞ്ഞിരിക്കുകയില്ല, വിച്ച് ആർ അതർ ആൻഡ് ദോസ് വിച്ച് ആർ അതർവൈസ് കനോട്ട് ബി കൺസീൽഡ്. ഒന്നും മറഞ്ഞിരിക്കുന്നതായിട്ടൊന്നുമില്ല, കർത്താവിന്റെ രക്തത്തിൽ കഴുകപ്പെടാത്തതല്ല അന്ന് വെളിപ്പെട്ട് വരും എന്ന് പറയുമ്പം നല്ല പ്രവൃത്തികളും ചിലരുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തികൾ എല്ലാവർക്കും അറിയുന്ന നല്ല പ്രവൃത്തികളുണ്ട്. ഇന്ന് ഹിഡൻ ലൈഫിലെ സീക്രട്ടായിട്ട് ഉള്ള നല്ല പ്രവൃത്തികൾ, നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം പാപത്തെ ജയിച്ചതും നാം വിശ്വസ്തരായിരുന്നതും നാം ഇടം കൈ അറിയാതെ വലം കൈ കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് എന്താ അത് യുനോ ദാറ്റ് ഫോളോസ് ദ ആ യുനോ ആ നല്ല പ്രവൃത്തികൾ പിന്നീട് അത് ക്രമേണ അത് വെളിവാകുന്നത്. ന്യായവിസ്താരത്തിന്റെ സമയത്തായിരിക്കും അത് എല്ലാവർക്കും വെളിവാകുന്നത്. എപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു, എപ്പോൾ ഞാൻ നിന്നെ വന്ന് കണ്ടു, എപ്പോൾ നീ ആശുപത്രിയിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ വന്ന് കണ്ടു, എപ്പോൾ നീ ദാഹിച്ചിരുന്നപ്പോൾ ഞാൻ കുടിക്കാൻ കൊടുത്തു എന്നൊക്കെ നല്ല പ്രവൃത്തികൾ ചെയ്തവർ മത്തായി 25-ാം അധ്യായത്തിൽ അങ്ങനെ കർത്താവ് എപ്പോഴായിരുന്നു, ഞങ്ങളത് ഓർക്കുന്ന പോലും ഇല്ലല്ലോ, ഞങ്ങളൊന്നും ഒരു കണക്കിട്ട് വെച്ച് ചെയ്ത കാര്യങ്ങളല്ല, അങ്ങ് ഞങ്ങൾ ജീവിച്ച് അതങ്ങ് ചെയ്തതാ, എനിക്കൊന്നും ഓർമ്മ പോലും ഇല്ല എന്ന് പറയുന്ന ആ ഒരു രഹസ്യത്തിലും അവരുടെ ഒരു ജീവിതശൈലിയായിട്ട് കർത്താവ് അവരിലൂടെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം അങ്ങനെയുള്ളവരുടെ പ്രവൃത്തി അവർ പിന്തുടരുന്നു. അവർ എല്ലാം കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്ന് ഞാൻ ഇത്രയൊക്കെ ചെയ്തു, ഞാൻ ഇത്ര കൊടുത്തു, ദൈവത്തിന് വേണ്ടി ഇത്ര ചെയ്തു, ഇത്ര കൊടുത്തു, ഇത്ര കഷ്ടപ്പെട്ടു, അയ്യോ ഞാൻ അത് ചെയ്തേ ഇത് ചെയ്തേ എന്ന് പറഞ്ഞ് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുന്നവരല്ല. അവരുടെ പ്രവൃത്തി പിന്നീടാണ് ന്യായവിസ്താരം ഇത്രയും കർത്താവിന് വേണ്ടി ചെയ്ത ആൾക്കാരായിരുന്നു, ഞങ്ങൾ വിളിച്ചു ഇവര് ഒന്നുമില്ലായിരിക്കും, അവരങ്ങനെ വലിയൊരു ആത്മീയ ഭാഷയോ ഭാവമോ ഒന്നും കാണിച്ചില്ല എന്ന ഇവരുടെ ജീവിതം ഇപ്പം വെളിപ്പെടുമ്പോൾ അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. അപ്പം അത് ആ പ്രവൃത്തി അവരെ പിന്തുടരുന്നത് ഡീഡ്സ് ഫോളോ വിത്ത് ദം എന്നുള്ള കാര്യം, അങ്ങനെയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. അത് മാത്രമല്ല അവിടെ ആ അന്ത്യകാലത്ത് അവിടെ മരിക്കുമ്പോൾ അവർക്ക് അവരുടെ ശരീരങ്ങൾ ഗ്രേവ്സില് കല്ലറയിൽ കുറച്ച് നാളത്തേക്ക് ഇരുന്നാൽ മതി, പെട്ടെന്ന് തന്നെ കർത്താവിന് വരവിഞ്ഞ് വന്നു അവരങ്ങ് രൂപാന്തരപ്പെടും എന്നുള്ള കാര്യം. ഓഫ്കോഴ്സ് അവരുടെ ആത്മാവും ദേഹി അങ്ങ് സ്വർഗത്തിലേക്ക് പോയി, അവരുടെ ശരീരമാണ് കല്ലറയിലെ സെമിത്തേരിയിൽ ആയിരിക്കുന്നത്. എന്നാൽ കർത്താവിന് വരവെങ്കിൽ അവർക്ക് അധികം സമയമില്ല, അവരുടെ രൂപാന്തരവും അവരുടെ മരണവും ഈ പറയുന്ന രൂപാന്തരവും തമ്മിൽ അധികം സമയമില്ല. എന്ന് വെച്ചാൽ കർത്താവിന്റെ വരവിന് തൊട്ട് മുമ്പുള്ള മരണങ്ങളുടെ കാര്യം അവിടെ പറയുന്നത്. അപ്പം കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ, ദോസ് ഹു ഡൈ ഇൻ ദ ലോർഡ്, കർത്താവിൽ മരിക്കുക എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്നത് സൂചിപ്പിച്ചായിരുന്നു. കർത്താവിൽ മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജനനം ഉണ്ടെങ്കിലേ മരണമുള്ളൂ. കർത്താവിൽ ഒരാൾക്ക് മരിക്കണമെങ്കിൽ കർത്താവിൽ അയാൾ ജനിക്കണം. ഒരാൾ ഭൂമിയിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നു എന്നാൽ അയാൾ കർത്താവിൽ ജനിക്കണം. വീണ്ടും ജനിച്ചാലേ അയാൾ കർത്താവിൽ മരിക്കാനൊക്കത്തുള്ളൂ. കർത്താവിൽ ജനിക്കാതെ ഞാൻ വലിയ ക്രിസ്ത്യാനിയായിരുന്നു, ഞാൻ ഇത്ര കുർബാന അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു, ഇത്ര ബൈബിള് പഠിച്ചു, ഞാൻ ഇന്നയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ഞാൻ കർത്താവിൽ ജനിച്ചതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കർത്താവിൽ മരിക്കാൻ പറ്റുമില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ യൗവനക്കാരി അതുപോലെ രക്ഷയുടെ കാര്യങ്ങളെക്കുറിച്ച് അത്ര ഉറപ്പില്ലാത്തവരെയൊക്കെ നമ്മൾ ഉത്സാഹിപ്പിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ കർത്താവിൽ നിന്ന് ഉറപ്പാക്കണം. ഞാൻ കർത്താവിൽ ജനിച്ചവളാണോ? ആർ യു ബോൺ ഇൻ ദ ലോർഡ്? അതായത് ഇപ്പൊ ഈ ഒരു കുടുംബത്തിലെ അംഗങ്ങള് അപ്പനമ്മമാരിൽ ജനിച്ചവരാണ് ഈ കുടുംബത്തിലെ കുഞ്ഞുങ്ങളായിട്ടുള്ളത് എന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ ഭവനത്തിൽ ദൈവപിതാവിന്റെ വചനമാകുന്ന കെടാത്ത ബീജത്താൽ ജനിച്ചവരാണ് കർത്താവിന്റെ ദൈവപൈതങ്ങളായിട്ട് ദൈവമക്കളായിട്ടായിത്തീരുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? നാം നമ്മുടെ പാപങ്ങളെ എങ്ങനെ കർത്താവിൽ ജനിക്കുന്നത്, എങ്ങനെ വീണ്ടും ജനിക്കുന്നത്, ഹൗ ടു ബി ബോൺ അഗെയിൻ. നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത്
നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം കർത്താവിനോട് അങ്ങ് ഏറ്റു പറയുക. കർത്താവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചിന്തകളിൽ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ പ്രവൃത്തികളിലെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇന്ന 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 കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കർത്താവേ, ഇന്ന ഇന്ന കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, ഇന്ന ഇന്ന വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവേ അവിടുന്ന് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കാൽവരി കുരിശിൽ അവിടുന്ന് മരിച്ചത്. ഞാൻ മാത്രമേ ലോകത്ത് പാപിയായിട്ടുണ്ടായിരുന്നുള്ളെങ്കിൽ പോലും അവിടുന്ന് എനിക്ക് വേണ്ടി വന്ന് മരിക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് എന്നെ അത്രയധികം സ്നേഹിക്കുന്നു. അവിടുന്ന് മാത്രമേ ഏകസത്യ ദൈവമായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനി എനിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായിട്ടുള്ള യേശുവിനായിട്ട് ഞാൻ ജീവിക്കാനായിട്ട് എൻ്റെ ജീവിതം കർത്താവെ ഞാനിതാ തരുന്നു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തെ അങ്ങ് കൊടുക്കണം. കർത്താവിനെ എൻട്രസ്റ്റ് ചെയ്യണം, കർത്താവിനെ ഭരമേൽപ്പിക്കണം. അപ്പോൾ കർത്താവിൻ്റെ രക്തം, കർത്താവ് കാൽവരി കുരിശിൽ നൊന്തും നീറിയും പൊളഞ്ഞും പിടഞ്ഞും ഒക്കെ കർത്താവ് ചൊരിഞ്ഞ ആ തിരു രക്തം, ആ ഏറ്റവും വിലയേറിയ പാപമില്ലാത്ത കുഞ്ഞാട്, നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ തിരു രക്തം നമ്മളുടെ ആ പാപക്കറയെല്ലാം, നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പാപത്തിൻ്റെ കറ, നമ്മുടെ മനസാക്ഷിയുള്ള കറയെല്ലാം നീക്കി എന്താ കർത്താവ് നമുക്കൊരു പുതുജീവൻ തരും. ആ പാപത്തിന്റെ കറ നീക്കപ്പെട്ട ഒരു ഹൃദയത്തിലെ ദൈവത്തിന്റെ ആത്മാവിന് വരാൻ പറ്റത്തുള്ളൂ. ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് പരിശുദ്ധമായിട്ടുള്ളൊരു ഹൃദയത്തിൽ വരാനൊക്കെയുള്ളൂ. അപ്പം ഹൃദയം പരിശുദ്ധമാവണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം. അപ്പോൾ ഒരു കപ്പിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ചായയോ കാപ്പിയോ പാലോ എന്തെങ്കിലും ഒഴിച്ചു തരണമെങ്കിൽ കപ്പ് അഴുക്ക് പിടിച്ച കപ്പിനകത്ത് പപ്പയും മമ്മയും ചായയും കാപ്പിയും പാലും ഒഴിച്ചു തരുമില്ല. അത് കപ്പ് നല്ല ക്ലീൻ ആണെങ്കിൽ, ക്ലീൻ ചെയ്തിട്ട് ഇപ്പം ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നിയാൽ പോലും പുറമെ നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള കപ്പ, എങ്കിൽ പോലും ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ എന്തെങ്കിലും കുടിക്കുന്ന കാര്യങ്ങൾ ഒഴിക്കത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് ശാസ്ത്രം പഠിച്ചിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ വെച്ചാൽ നമുക്ക് കാണാത്തതായിട്ടുള്ള അഴുക്ക് അതിനകത്ത് കാണാം. അപ്പം എത്രയധികം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. അത് നമ്മൾക്ക് വലിയ പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പട്ടികപ്പെട്ട വലിയ പാപമൊന്നും ഇല്ലല്ലോ എന്ന് തോന്നിയാലും നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ യേശുവിൻ്റെ വിശുദ്ധിയോട് കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ നമ്മളെല്ലാം പാപികളാണ്. കർത്താവെ, ഞാൻ ആ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒത്തിരി വർഷങ്ങളായിട്ട് വിശ്വാസികളായിട്ടുള്ളവരൊക്കെ കാണും. എന്നാൽ ചിലപ്പോൾ ഒക്കെ അതിൻ്റെ ഒരു ഉറപ്പ്, അയ്യോ ഞാനിനി എന്തെങ്കിലുമൊക്കെ എൻ്റെ രക്ഷയുടെ ഉറപ്പെങ്ങാനും പോയോ, എന്തെങ്കിലും ഞാനിപ്പോൾ കർത്താവിൽ തന്നെ ആണോ എന്നൊക്കെ ഉറപ്പില്ലാത്തവരോ അല്ലെങ്കിൽ ഉറപ്പൊക്കെ ശിഥിലമായിട്ടിരിക്കുന്നവർക്കോ നമുക്ക് അത് ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മുമ്പാകെ ഒരു കരച്ചിലോടെ കർത്താവെ, എൻ്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും, നമ്മളെല്ലാവരുടെ ജീവിതത്തിൽ വീഴ്ചകളുള്ളവരാണ്. ആ വീഴ്ചകളെല്ലാം, പാപങ്ങളെല്ലാം നമുക്ക് ഒരിക്കൽ കൂടെ കർത്താവിനോട് ഏറ്റു പറഞ്ഞ് നമ്മൾ കർത്താവിൽ ജനിച്ചു എന്ന് ഉറപ്പ് വന്നാലേ നമ്മൾ ഒരു നാളിൽ കർത്താവിൽ മരിക്കത്തുള്ളൂ. അതാ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുന്നത്. നമ്മൾ ആ രണ്ടാമത്തെ ഭാഗ്യാവസ്ഥ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് വെളിപാട് പുസ്തകം 14-13 വാക്യത്തിൽ, കർത്താവിൽ ഞാൻ ജനിച്ചാലേ കർത്താവിൽ മരിക്കത്തുള്ളൂ. കർത്താവിൽ ജനിക്കണമെങ്കിൽ ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം കർത്താവിനോട് ഏറ്റു പറഞ്ഞ്, എൻ്റെ ഓർമ്മയുള്ള പാപങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പല പല കാര്യങ്ങൾ നമുക്ക് ഓർമ്മ കാണില്ല, പക്ഷെ നമ്മുടെ ഓർമ്മയിലുള്ള എല്ലാ പാപങ്ങളും കർത്താവിനോട് ഏറ്റു പറഞ്ഞ് ഒരു നല്ല മനസ്സാക്ഷിയോടെ കർത്താവെ അവിടത്തേക്കായിട്ട് ഞാൻ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ എനിക്കായിട്ടല്ല അങ്ങേക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ ടേക്ക് എ യു ടേൺ. അതാ ഒരു 180 ഡിഗ്രി ടേൺ. ഇതുവരെ ഞാൻ എനിക്കായിട്ട് അങ്ങ് ജീവിച്ചു, അറിഞ്ഞോ അറിയാതെ ഒക്കെ. പക്ഷേ കർത്താവിന് ഞാൻ അങ്ങേക്കായിട്ട് ജീവിക്കാനായിട്ട്, അതാ മാനസാന്തരം. മെറ്റനയോ എന്ന് പറയും. മെറ്റനയോ എന്നുള്ളൊരു ഗ്രീക്ക് വാക്ക്, മാനസാന്തരം. റിപ്പൻറ്റ് എന്നുള്ള വാക്കിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മെറ്റ എന്ന് പറഞ്ഞാൽ പ്രപ്പസിഷന, നെയോ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. മെറ്റനയോ പറഞ്ഞാൽ തിങ്ക് ഡിഫറൻ്റ്ലി. ഇതുവരെ ഞാൻ ലോകപ്രകാരം എനിക്ക് തിരിച്ചു, ഇപ്പം മനസ്സന്തരം വന്നു, മനസ്സിനൊരു വ്യത്യാസം വന്നു. ഇനിയിപ്പം ദൈവോന്മുഖമായിട്ടാണ് എൻ്റെ ചിന്തയും അഭിലാഷങ്ങളും ഒക്കെ. അത് മാനസാന്തരം, മെറ്റനയോ. മനം തിരുമ്പുതൽ എന്ന് തമിഴിൽ പറയുന്ന ഒരു തിരുമ്പുതൽ, ഒരു യു ടേൺ, എബൌട്ട് ടേൺ എടുക്കുക. അപ്പം അങ്ങനെ ഒരു റിപ്പൻറ്റൻസോടുകൂടി, റിപ്പൻറ്റ് ആൻഡ് ബിലീവ് ഇൻ ദ ഗോസ്പൽ എന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത് എവിടെ? മാർക്കോസ് 1:14-15 വാക്യങ്ങളിൽ കർത്താവ് പ്രീച്ച് ചെയ്യാൻ തുടങ്ങിയപ്പം എന്താ കർത്താവ് പറഞ്ഞേ? റിപ്പൻറ്റ് ആൻഡ് ബിലീവ് ഇൻ ദ ഗുഡ് ന്യൂസ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് നിയർ. മാർക്കോസ് 1:14-15 വാക്യങ്ങളിൽ അത് വായിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത്, ബിലീവിങ്. ഫെയ്ത്ത് പറഞ്ഞാൽ റിപ്പൻറ്റൻസ്, യു ടേൺ. നമ്മൾ കർത്താവെ, ഞാൻ ഇനി എനിക്കായിട്ടില്ല അങ്ങേക്കായിട്ട് ജീവിക്കുന്നു, എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റു പറയുന്നു, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു കർത്താവെ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ കർത്താവിന് എൻട്രസ്റ്റ് ചെയ്യണം. അത് ബിലീവിങ്, വിശ്വസിക്കുന്നു. കർത്താവെ, ഞാൻ അവിടുന്ന് മാത്രമേ ഏക സത്യദൈവമായിട്ടുള്ളൂ. ഇന്ന് ലോകത്ത് എത്രയോ കോടിക്കണക്കിന് ദൈവങ്ങളുണ്ടെന്ന് ലോകക്കാർ പറയുന്നുണ്ടെന്ന്, കർത്താവെ അവിടുന്ന് മാത്രമേ യഥാർത്ഥത്തിൽ സത്യദൈവമായിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിച്ച് അങ്ങ് മാത്രമാണ് എൻ്റെ രക്ഷകൻ. അങ്ങാണ് ഏകസത്യദൈവം. ഏകസത്യദൈവം എന്ന് വെച്ചാൽ ഒൺലി ട്രൂ ഗോഡ്. അവിടുന്ന് മാത്രമേ ദൈവമായിട്ടുള്ളൂ.
ആ, കർത്താവേ, അങ്ങാണ് ഏകസത്യ ദൈവം എന്നറിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതം അങ്ങേക്കായിട്ട് തരുന്നു. ഉം. അങ്ങനെ ഇൻട്രസ്റ്റ് ചെയ്യുന്നു, അത് ബിലീവിങ്. ബിലീവ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻട്രസ്റ്റ് ചെയ്യുന്നു. പിസ്റ്റിയോ എന്നുള്ളൊരു വാക്ക്, ബിലീവ് എന്നുള്ള വാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നു. പിസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇന്റലക്ച്വലി ബിലീവ് ചെയ്യുന്നതല്ല, നമ്മളെന്തോ ഭൗതികമായിട്ട് ആ കാര്യങ്ങളൊക്കെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളതല്ല, മറിച്ച് പ്ലേസ് അവർ കോൺഫിഡൻസ് ഇൻ, ട്രസ്റ്റ്, എൻട്രസ്റ്റ് എന്നൊക്കെ അർത്ഥതലങ്ങൾ വരുന്നൊരു വാക്ക് പിസ്റ്റിയോ എന്നുള്ള വാക്ക് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ അങ്ങ് എൻ്റെ കോൺഫിഡൻസ്, പ്ലേസ് ഓഫ് കോൺഫിഡൻസ് ഇൻ, നമ്മളുടെ എല്ലാ കോൺഫിഡൻസ്, എല്ലാ കോൺഫിഡൻസ് കോൺഫിഡൻസ് പറഞ്ഞാൽ എല്ലാ ധൈര്യവും പ്രാഗൽഭ്യവും എല്ലാം കർത്താവിന് സറണ്ടർ ചെയ്ത് എനിക്കായിട്ടല്ല അങ്ങേക്കായിട്ടെന്ന് പറഞ്ഞ് എന്നെ തന്നെ അങ്ങ് ഏൽപ്പിക്കുന്നു. ഞാൻ എൻ്റെ വഴികളിൽ നിന്ന് തിരിഞ്ഞ് പാവങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് എൻ്റെ ജീവിതം കർത്താവിനായിട്ട് കൊടുക്കുന്നു. അപ്പോഴാണ് കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ്, അതുവരെ മരിച്ചിരുന്ന എൻ്റെ ആത്മാവിൽ പാപത്തിൽ അകൃത്യങ്ങളിലും പാപങ്ങളിലും ഒക്കെ മരിച്ചിരുന്നവരായിരുന്നു നാം എന്നാ ഇവിടെ പറയുന്നത്. എഫേസ്യർ 2:1 വാക്യത്തിൽ പറയുന്നത്. അതി അതിക്രമത്താൽ മരിച്ചിരുന്നവരാം നമ്മെ ജീവിപ്പിച്ചേശൂട് നന്ദിയാൽ പാടിയിടും എന്നുള്ള പാട്ടിൽ നമ്മൾ പാടുന്നതല്ലേ. ഡെഡ് ഇൻ അവർ ട്രസ്പാസസ് ആൻഡ് സിൻസ്. അവർ നമ്മൾ അതിക്രമത്താൽ മരിച്ചവരായിരുന്നു നമ്മൾ. എന്നാൽ കർത്താവ് നമ്മളെ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ഉള്ളത്തിൽ തന്ന് നമ്മളെ ജീവിപ്പിച്ചു കർത്താവിനോട്. അതാ എത്ര വലിയൊരു സുവിശേഷം. അത് നമ്മുടെ ആത്മാവ് മരിച്ച അവസ്ഥയിലായിരുന്നു. ആത്മാവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മനസാക്ഷി കുത്തുമൊക്കെ നമ്മളങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങ് പോവുമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ രക്തത്താൽ ആ മനസാക്ഷിയിലുള്ള കുറ്റബോധം എല്ലാം, പാപക്കറകളെല്ലാം കഴുകിക്കളയാനൊക്കെ ഉള്ളൂ. ആ പരിശുദ്ധാത്മാവ് അപ്പോഴാണ് നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നമുക്കൊരു പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും തരുമെന്നാണ് എഹെസ്കേൽ 36:26 നമ്മൾ വായിക്കുന്നത്. പുതിയൊരു ഹൃദയ 25, 26, 27 വാക്യങ്ങൾ നമ്മളെപ്പോഴും പറയാറുണ്ട്. എൻ്റെ സാക്ഷ്യം പറയുമ്പോഴൊക്കെ പറയുന്ന വാക്യങ്ങൾ. ആദ്യമായിട്ട് കർത്താവ് എന്നെ ജീവിപ്പിച്ച വാക്യങ്ങൾ. അപ്പോൾ എന്താ, ആ ഒരു പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെ, പുതിയൊരു ഹൃദയം എന്ന് പറഞ്ഞാൽ പുതിയൊരു മനുഷ്യാത്മാവ്, ആ പഴയ മനുഷ്യാത്മാവ് അങ്ങ് ദൈവം അങ്ങ് എടുത്തു കളഞ്ഞ് പുതിയൊരു ഹൃദയം വെച്ച്, ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ. പുതിയൊരു ഹൃദയം, അതായത് പുതിയൊരു മനുഷ്യാത്മാവ് ദൈവം തന്നു. പിന്നെ പുതിയൊരു ആത്മാവിനെ, അതാ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കാം. ഐ വിൽ കോസ് യു ടു വാക്ക് ഇൻ മൈ സ്റ്റാറ്റ്യൂട്ട്സ്, ഐ വിൽ പുട്ട് മൈ സ്പിരിറ്റ് വിത്തിൻ യു ആൻഡ് ഐ വിൽ കോസ് യു ടു വാക്ക് ഇൻ മൈ സ്റ്റാറ്റ്യൂട്ട്സ്. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അതാ നമ്മൾ എഹെസ്കേൽ 36:27 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം അതാ വീണ്ടും ജനനം. അപ്പം അതിൻ്റെ ഒരു ഉറപ്പ്, അതില്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. എന്താ, നമ്മളെ എപ്പോഴാ കർത്താവ് നമ്മളെ ചേർപ്പാനായിട്ട് വരുന്നതെന്ന് നമുക്കറിയത്തില്ല. എപ്പോഴാണ് നമ്മളുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കുന്നത് നമ്മൾ അറിയത്തില്ല. നമ്മൾ ചെറുപ്പക്കാരായിരിക്കാം, കുഞ്ഞുങ്ങളായിരിക്കാം. എന്നാൽ കർത്താവേ, എനിക്ക് അവർ ഉറപ്പം അവിടുന്ന് തരണം. ദാറ്റ് ഐ എം ബോൺ അഗെയിൻ, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. എന്നെ കേൾക്കുന്ന എല്ലാവരും, ഒരുപക്ഷെ ഒത്തിരി വർഷങ്ങളായിട്ട് വിശ്വാസികളായിട്ടുള്ളവർ വരികയോ ഇതൊക്കെ എന്തോതിനെ എപ്പോഴും പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും പുതിയതായിട്ട് വരുന്ന സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ടെല്ലാം അത് മാത്രമല്ല, നമ്മൾ ഒത്തിരി വർഷങ്ങളായിട്ട് വിശ്വാസത്തിലായിരിക്കുന്നു എന്ന് പറയുന്നവർ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ വലിയൊരു ഉറപ്പും ധൈര്യവും വ്യക്തതയും നമുക്കുണ്ടായാലും നമുക്ക് ബാക്കിയുള്ളവർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ളു. കർത്താവിൽ എങ്ങനെയാണ് ജനിക്കുന്നത്, അങ്ങനെ കർത്താവിൽ ജനിച്ചവർക്ക് കർത്താവിൽ മരിക്കാനൊക്കെ ഉള്ളൂ. അപ്പം അതാ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്നുള്ള കാര്യം നമ്മളിപ്പോൾ എവിടെ വായിച്ച്? വെളിപാട് 14:13 വാക്യം. അപ്പം നമ്മളിപ്പോൾ 2 ഭാഗ്യാവസ്ഥ വായിച്ചു. എന്തൊക്കെയാ? കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവരാ ഭാഗ്യവാന്മാര്. വെളിപാട് 1:3. പിന്നെ വെളിപാട് 14:13 നമ്മൾ എന്ത് വായിച്ചു? കർത്താവിൽ ജനിച്ച് കർത്താവിൽ മരിക്കുന്നവർ, എസ്പെഷ്യലി അവസാന കാലത്ത് മരിക്കുന്നവർക്കുള്ളൊരു സ്പെഷ്യൽ ഭാഗ്യാവസ്ഥയും കൂടെ നമ്മൾ അതിനോടുകൂടെ കണ്ടു. പിന്നെ വെളിപാട് 16:15 മൂന്നാമത്തെ ഭാഗ്യാവസ്ഥ. അത് നമ്മൾ ഈ 2-3 ആഴ്ച, എനിക്ക് 1-2 മാസം മുമ്പ് നമ്മൾ ആ വാക്യം കണ്ടായിരുന്നു. ലോകത്തിനെ കറ പറ്റാതെ ഇരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പം വെളിപാട് 16-ാം അധ്യായം 16:15, മറ്റേത് 14:13 ആയിരുന്നെങ്കിൽ ഇത് 16:15. ഒരു 14:13, 16:15. 16:15 ഒരു ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്ന ഒരു വേഴ്സാണ്. പക്ഷേ അവിടെ അർമ്മഗദോൻ യുദ്ധത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു വരുന്ന ആ ഒരു സമയം, 16-ാമത്തെ വാക്യത്തിൽ അർമ്മഗദോൻ യുദ്ധത്തിന്റെ കാര്യമൊക്കെയാണ് പറയുന്നത്.
അവസാന കാലത്തെ ക്രോധകലശങ്ങളെ കുറിച്ചൊക്കെയാണ് ആ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവസാന കാലത്തെ ആ ഓരോ യുനോ ഓരോരോ മുദ്രകളായിട്ട് പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് അപ്പം അതിനിടയിൽ ബ്രാക്കറ്റിൽ 15-ാമത്തെ, ഇംഗ്ലീഷ് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, മലയാളത്തിൽ ബ്രാക്കറ്റ് ഇല്ല എന്ന് തോന്നുന്നു. ബ്രാക്കറ്റിൽ അവിടെ ഒരു ഹൈഫൻ ആയിട്ടേക്കുന്നത്. 14 കഴിഞ്ഞിട്ടൊരു ഹൈഫൻ, അത് കഴിഞ്ഞിട്ട് 15 കഴിഞ്ഞിട്ട് ഒരു ഹൈഫൻ. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കുവാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ. ബ്ലസ്സഡ് ഈസ് ദ വൺ ഹു സ്റ്റേസ് അവീക്ക്. ആ ഒരു ജാഗ്രതയോടെ നമ്മൾ ശരിയാ, നമ്മളെ ഭൗതികമായിട്ട്, നമ്മൾ ശാരീരികമായിട്ട് നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഉറക്കം വേണം. 8 മണിക്കൂർ തീർച്ചയായിട്ടും നമ്മൾ ഉറങ്ങണം. അത് ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. 8 മണിക്കൂറെങ്കിലും നമ്മൾ നന്നായിട്ട് ഉറങ്ങണം എന്നുള്ള കാര്യം. എന്നാൽ ആത്മാവിൽ നമ്മളെപ്പോഴും ജാഗ്രത ഉള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ശരീരം കൊണ്ട് ഉറങ്ങുമ്പോഴും ആത്മാവിൽ ഞാൻ ഉറങ്ങുകയായിരുന്നു, എന്നാൽ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു. എവിടെ നമ്മൾ വായിക്കുന്നേ? ഉത്തമഗീതം 5-ന്റെ 2-ാമത്തെ വാക്യം. ആ ഒരു വാക്യം നമുക്കൊന്ന് എടുക്കാം. ഒത്തിരി നാളായി നമ്മൾ ആ വാക്യം നമ്മൾ മുമ്പ് പലപ്പോഴും എടുത്തിട്ടുള്ള വാക്യം. പക്ഷേ ചില വാക്യങ്ങളൊക്കെ കുറേ നാൾ എടുത്തിട്ടില്ലെങ്കിൽ ഇടയ്ക്കൊന്ന് പൊടി തട്ടി എടുക്കുന്നത് നല്ലതാണ്. ഉത്തമഗീതം 5-ന്റെ 2-ാമത്തെ വാക്യം. ഐ വാസ് അസ്ലീപ് ബട്ട് മൈ ഹാർട്ട് വാസ് അവീക്ക്, എ വോയിസ് മൈ ബിലവഡ് വാസ് നോക്കിംഗ്. ഒരു കാന്തയുടെ ഹൃദയം ആണത്. യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിൻ്റെ ഒരു കാന്തയാണെങ്കിൽ നമ്മൾ ഉറങ്ങുകയാണ് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഉണർവുണ്ട്. നമ്മൾ അക്ഷരികമായിട്ട് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴും ഒരു നല്ല മനസാക്ഷിയോടെ നമ്മൾ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ ദിവസം മൊത്തവും കർത്താവിനെ കേൾക്കുന്ന ഒരു ശീലമുള്ള ഒരാൾക്ക് രാത്രിയിലും യേശുവേ, അവിടത്തേക്ക് എന്തെങ്കിലും അരുളി ചെയ്യാനുണ്ടെങ്കിൽ അതൊരു സ്വപ്നമായിട്ട്, ദർശനമായിട്ട് അവിടെ എന്നോട് സംസാരിക്കണം. എനിക്ക് അങ്ങയോട് കൂടുതൽ ഞാൻ സമയമാരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. നമ്മൾ ഉറങ്ങുമ്പോഴും എല്ലാം ജീവിതത്തിന്റെ ചക്രം കർത്താവിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആ പാട്ടിൽ, നാഗൽ സാഹിബ് എഴുതിയ പാട്ടിലൊക്കെ നമ്മൾ പാടുന്നത്. അപ്പോൾ ഈ ഞാൻ ഉറങ്ങുന്നുവെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ കാര്യത്തിൽ പലപ്പോഴും റിവേഴ്സാണ്. നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ഹൃദയം ഉറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ വളരെ വൈഡ് അവേക്കാണ്, പക്ഷേ ആത്മാവിൽ ഇങ്ങനെ സുഖസുഷുപ്തിയില്ല. നമ്മൾ ലോകത്തിൻ്റെ കാര്യങ്ങളാണ്, നമുക്ക് ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടോട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല. എന്നാൽ ദൈവജനം എന്താ പറയുന്നത്? ഞാൻ ഉറങ്ങുകയാണെങ്കിൽ എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. അത് ഉണർവിൻ്റെ ആത്മാവ് ആരാ? പരിശുദ്ധാത്മാവാണ് ഉണർവിൻ്റെ ആത്മാവ്. നമുക്കായിട്ട് ഈ ഹൃദയത്തെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കാൻ പറ്റുക. ഹൃദയം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ബൈബിളിലും ഭൂരിഭാഗം പലയിടങ്ങളിലും ഹൃദയം എന്നുള്ള വാക്ക് ആത്മാവിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ചിലയിടങ്ങളിൽ ആത്മാവിനും ദേഹിയും കൂടെ ഒരുമിച്ചും ഹൃദയം എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഹൃദയം ഉണർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ആത്മാവ് ഉണർന്നിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിലാണ്, ഒരു നല്ല മനസ്സാക്ഷിയിൽ താഴ്മയിലാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമുക്കുണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിൽ നമുക്കൊരു ഉണർവുണ്ടായിരിക്കും, ആത്മീയമായിട്ടുള്ളൊരു ഉണർവ്. നമ്മൾ 10 കന്യകമാർ, ബുദ്ധിയുള്ള എത്ര പേരുണ്ടായിരുന്നു? 5 കന്യകമാരും ബുദ്ധിയില്ലാത്ത 5 കന്യകമാരും. അതിൽ എത്ര പേര് ഉറങ്ങിപ്പോയി? 10 പേരും ഉറങ്ങിപ്പോയതായിട്ട് നമ്മളവിടെ വായിക്കുന്നത്. അവിടെ മത്തായി 25 നമ്മൾ വായിക്കുമ്പോൾ 10 പേരും ഉറങ്ങിപ്പോയി. അപ്പോൾ അവിടെ ഭൗതികമായിട്ടുള്ള ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, എന്നാൽ ആ 10 പേര് ഉറങ്ങിപ്പോയെങ്കിലും 5 പേർക്ക് എന്താ, അവരുടെ ഹൃദയത്തിലൊരു ഉണർവുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് മണവാളൻ്റെ കാഹള ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും അവർക്ക് എണ്ണയൊക്കെ ഇങ്ങനെ എണ്ണപാത്രങ്ങളൊക്കെ എടുത്ത് അവർക്ക് പെട്ടെന്ന് വിളക്കുമായിട്ട് പോകാൻ അവർ റെഡിയായിരുന്നു. അവർക്കൊരു ഒരുക്കം ഉണ്ടായിരുന്നു. മറ്റവരങ്ങ് കിടന്നുറങ്ങി ഉറക്കച്ചടവിൽ എഴുന്നേൽക്കുമ്പോൾ അയ്യോ എണ്ണയില്ലേ അവിടെ, അയ്യോ എനിക്ക് കുറച്ച് എണ്ണ തരുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേ തിരപ്പര നടക്കുന്നത് ബുദ്ധിയില്ലാത്ത കന്യകമാർ. അവർക്കൊരു ഒരുക്കമൊന്നുമില്ലായിരുന്നു. പുറമേ ആ വിളക്കിന് വെളിച്ചമൊക്കെ ഉണ്ട്, അതൊക്കെ മതി. ഉള്ളിൽ എണ്ണയുണ്ടെന്ന കാര്യം അവരും നോക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പുറമേ ഉള്ള ജീവിതത്തിൽ മാത്രമേ അവർക്ക്, ഒരു പുറമേ ഉള്ള സാക്ഷ്യത്തിൽ മാത്രമേ അവർക്ക് ശ്രദ്ധയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു ഉണർവ്, അങ്ങനെയുള്ളവരോട് ആ 5 ബുദ്ധിയില്ലാത്ത കന്യകമാരോട് ഐ നെവർ ന്യൂ യു, ഞാൻ ഒരിക്കലും നിങ്ങളെ അറിയുന്നില്ലെന്ന് പറയുന്നില്ല. ഐ ഡു നോട്ട് നോ യു. നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള എന്നെ അറിഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയുന്ന ഒരു നടപ്പിപ്പോൾ ഇല്ല. അവരങ്ങ് നരകത്തിലേക്ക് തള്ളപ്പെടുന്നതായിട്ട് നമ്മളവിടെ ബുദ്ധിയില്ലാത്ത കന്യകമാരെ കുറിച്ച് കാണുന്നില്ല. ഒരുപക്ഷെ അവര് കാന്തയായിട്ട് തീരുന്നില്ല. അവര് 60 മേനി 30 മേനിയുള്ള വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവരായിട്ടങ്ങ് ഇരിക്കുന്നവരായിട്ടായിരിക്കാം ഒരുപക്ഷെ. നമ്മൾ പിന്നെ വേറെ പല പാരബിൾസ് നോക്കുമ്പം പാരബിൾസിലും അവസാനം തള്ളപ്പെടുന്നവരങ്ങ് ഇരുട്ടില് കരച്ചിലും പല്ലുകടിയും ഉള്ളിടത്ത് തള്ളപ്പെടുന്നതായിട്ട് കാണുന്നത്. എന്നാൽ ഈ കന്യകമാരുടെ ഉപമയിൽ നമ്മൾ ബുദ്ധിയില്ലാത്ത കന്യകമാർ, അവർ കന്യകമാർ തന്നെ ആയിരുന്നു.
എന്നാൽ അവർക്ക് ജ്ഞാനമില്ലാതെ പോയതുകൊണ്ട് അവർക്ക് ആ ഒരു കാന്തയായിട്ട് തീരുമാനമുള്ള ഒരു ഭാഗ്യാവസ്ഥ ഉണ്ടായില്ല. അവര് എന്താ ഉറങ്ങിപ്പോകുന്നവരായിരുന്നു. ആത്മീയമായിട്ട് അവരങ്ങ് ഉറങ്ങിപ്പോയവരായിരുന്നു. നമ്മുടെ ആ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിലൊക്കെ ആ ഒരു ജാഗ്രത, ആ ഒരു എവേക്ക്, ഗ്രിഗോറിയോസ് എന്നുള്ളൊരു പദമൊക്കെ, അലേർട്ട് എന്നുള്ളൊരു പദമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഗ്രിഗോറിയോസ് എന്ന് പറയുമ്പോൾ സെന്റ് ഗ്രിഗോറിയോസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ഗ്രിഗോറിയോസ് എന്നുള്ള പദം ഗ്രീക്കിലൊരു ഗ്രിഗോറിയോസ് എന്ന് പറഞ്ഞാൽ ടു വാച്ച് കോഷ്യസ് ലെസ്റ്റ് സം ഡിസ്ട്രസ് സഡൻലി ഓവർടേക്ക്. ആ ഒരു ഗ്രിഗോറിയോസ് എന്നുള്ള വാക്കാണ് അലേർട്ട് എന്നുള്ള 1 തെസ്സലോനിക്കർ 5:6. സോ ദെൻ ലെറ്റ് us നോട്ട് സ്ലീപ്പ് as അതേഴ്സ് ഡു. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ, എന്ന് വെച്ചാൽ അക്ഷരമായിട്ട് ഉറങ്ങാതെ എന്നുള്ളതല്ല, ആത്മീയമായിട്ട് ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരായിരിക്കും. ആ ഉണർന്നും എന്നുള്ള വാക്കാണ് അലേർട്ട്, ഗ്രിഗോറിയോസ് എന്നുള്ള വാക്കാണ്. ബെസേലിയോസ്, ഗ്രിഗോറിയോസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്ക് അതിൻ്റെ അർത്ഥം അറിയത്തില്ലായിരിക്കും. ഈ പറയുന്ന ഗ്രിഗോറിയോസിനെ ബെസേലിയോസിനെയൊക്കെ എടുത്തെന്ന് ചോദിച്ചപ്പോൾ അവർക്കും അവരുടെ പേരിൻ്റെ അർത്ഥം അറിയത്തില്ലായിരിക്കും. ഞാൻ പിന്നെ ഈ ഗ്രീക്കൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോൾ ഇതായിരുന്നു ഈ ഗ്രിഗോറിയോസിൻ്റെ അർത്ഥം. ഗ്രിഗറി, ബേസിൽ എന്നൊക്കെ നമ്മുടെ ചെറുപ്പക്കാരുടെയും സവാരങ്ങളുടെയൊക്കെ പേര് നമുക്കറിയാം. ഗ്രിഗോറിയോസ് എന്ന് പറഞ്ഞാൽ ഗ്രിഗോറിയോ എന്ന് പറഞ്ഞാൽ ടു വാച്ച്, ബി കോഷ്യസ്, ഒരു ഉണർന്നിരിക്കുന്ന, ഒരു ജാഗ്രതയോടെ ഇരിക്കുന്നതിന് ഗ്രിഗോറിയോ എന്നുള്ള വാക്ക്. അത് ആ ഗ്രീക്കിൽ അവിടെ അലേർട്ട് എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് 1 തെസ്സലോനിക്കർ 5:6. പിന്നെ ബാസിലൂസ് എന്ന് പറഞ്ഞാൽ ബെസേലിയോസ്, ബാസിലൂസ് എന്ന് പറഞ്ഞാൽ രാജാവ് എന്ന അർത്ഥം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് പുസ്തകം അതിൻ്റെ 1-5-6 വാക്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. രാജാക്കന്മാരും പുരോഹിതന്മാരും എന്ന് പറയുമ്പോൾ ബാസിലൂസ് എന്നുള്ള വാക്കൊക്കെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ അലേർട്ട് ആൻഡ് സോബർ, അതാ സോബർ, നെഫോ എന്നുള്ളൊരു വാക്ക്, കാം, ടെമ്പറേറ്റ്. അപ്പൊ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടൊരു ഉറക്കച്ചടവ് നമ്മളെ അങ്ങ് മതിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ, ഉറങ്ങുന്നവനെ എഴുന്നേൽക്കുവിൻ എന്ന് എവിടെ നമ്മൾ വായിക്കുന്നത്? എഫേസ്യർ 5-ാം അധ്യായത്തിൽ വായിക്കുന്നത് എവേക്ക് ഓ യു സ്ലീപ്പ്. പലപ്പോഴും ചിലരൊക്കെ അങ്ങ് സഭയിൽ തന്നെയൊക്കെ അങ്ങ് ഉറക്കം തൂങ്ങിപ്പോവും. അതും എന്താ, ഓഫ്കോഴ്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ പ്രത്യേകമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട്, ചിലപ്പം ശാരീരിക ക്ഷീണമോ അല്ലെങ്കിൽ രോഗാവസ്ഥയോ അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ആ ഒരു വാർദ്ധക്യത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെയുള്ള ചില കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് നമ്മളാരെയും കല്ലെറിയാനോ കുറ്റം വിധിക്കാനോ അല്ല. പക്ഷെ എങ്കിലും അതൊരു നമ്മളതൊരു ആ ഒരു നമ്മളുടെ എന്തെങ്കിലും ഒരു കുറവുകൊണ്ട് അങ്ങനെ ഒരു ഉറക്കം നമ്മൾ തലേദിവസം രാത്രിയിൽ വേണ്ട സമയത്ത് കിടന്ന് കൃത്യമായിട്ട് ഉറങ്ങാത്തത് കൊണ്ട് സഭയിൽ വന്ന് കിടന്നുറങ്ങും, അല്ലെങ്കിൽ സഭയിൽ ഇരുന്നുറങ്ങുവാണെങ്കിലോ അല്ലെങ്കിൽ മെസ്സേജിൻ്റെ സമയത്ത് ഇരുന്നുറങ്ങുവാണെങ്കിലോ ഒക്കെ, അത് ഓഫ്കോഴ്സ് അത് നമ്മളാരെയും കല്ലെറിയാനോ കുറ്റപ്പെടുത്താനോ അല്ല, മറിച്ച് ദൈവമുമ്പാകെ നമ്മൾ മാനസാന്തരപ്പെടാനുള്ള നമ്മളുടെ ഒരു ആത്മീയ ഉണർവിൻ്റെ കുറവിൻ്റെ ഒരു ലക്ഷണമാകാം അത്. ഇപ്പം നമുക്ക് ഒരു ഇൻഫെക്ഷൻ ലക്ഷണമായിട്ട് പനിയും ചുമയൊക്കെ വരുന്നു എന്ന് പറയുന്നത് പോലെ ആത്മീയമായിട്ടുള്ള നമ്മളുടെ ഒരു എന്താണ് പറയുന്നത്, അതിൻ്റെ ഒരു സ്ലോനെസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു മാന്യത്തിൻ്റെ ഒക്കെ ഒരു ലക്ഷണമാകാം അങ്ങനെ നമ്മൾ വചനത്തിൻ്റെ സമയത്ത് തന്നെ നമുക്കങ്ങ് ഉറക്കം വരുന്നു, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലൊക്കെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ. അപ്പം അത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ അപ്പോൾ ഒരു കോണ്ടംനേഷന് വേണ്ടി ഒരു ആരും നിരാശപ്പെടാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മളത് ദൈവമുമ്പാകെ കർത്താവേ എനിക്ക് അതിനായിട്ടൊരു ദൈവം എനിക്ക് സഹായിക്കണം, എനിക്കൊരു ആത്മീയമായിട്ട് ഉണർവുള്ളവരായിട്ടിരിപ്പാൻ അത് പരിശുദ്ധാത്മാവാണ് ഉണർവിൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ അവിടുത്തെ ഉണർവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ എനിക്ക് ആത്മാവിൽ ഉണർവുള്ളവരായിട്ടിരിപ്പാൻ ഒക്കെ എന്നെ സഹായിക്കണം. അപ്പോൾ അങ്ങനെ അതാണ് നമ്മളിപ്പം വായിക്കുന്ന ഭാഗ്യാവസ്ഥ. 3-ാമത്തെ ഭാഗ്യാവസ്ഥ എവിടെ നമ്മൾ വായിച്ചേ? വെളിപാട് 16:15. ഞാൻ കള്ളനെ പോലെ വരും. കള്ളനെ പോലെ വരുന്നത് ആർക്കാ കള്ളനെ പോലെ വരുന്നത്? അവിശ്വാസികൾക്കാ ശരിക്കും കള്ളനെ പോലെ വരുന്നത്. നമ്മളത് വായിക്കുന്നുണ്ട്. ഇപ്പം എന്താണ് പറഞ്ഞേ, കർത്താവ് നമ്മൾ ആ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം ഇപ്പം നമ്മൾ വായിച്ചെടുത്തതേ ഉള്ളൂ. അതിൽ തന്നെ പറയുന്നുണ്ട്, എന്താ 2-ാമത്തെ വാക്യം, 1 തെസ്സലോനിക്കർ 5:2, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവതല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. അപ്പൊ ഇരുട്ടിലുള്ളവരെയാ ഇത് കള്ളനെ പോലെ വന്ന് പിടിക്കുന്നത്. പക്ഷേ ഇരുട്ടിലുള്ളവർ എന്ന് പറയുമ്പോൾ അവിശ്വാസികളെയാണ് ഇത്
കള്ളനെ പോലെ വന്ന് പിടിക്കുന്നത്. ബാക്കി നിങ്ങളാണെങ്കിൽ വെളിച്ചത്തിന്റെ മക്കളും. അഞ്ചാമത്തെ വാക്യം, 1 Thessalonians 5:5. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രിക്ക് ഇരുട്ടിനുള്ളവരും അല്ല, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന് സുബോധമുള്ളവരുമായിരിക്കുക. അപ്പൊ കള്ളനെ പോലെ വരുന്നത് ആരെ സംബന്ധിച്ചുള്ള കർത്താവ് കള്ളനെ പോലെ വരുന്നു, പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്നു. കർത്താവിന് പറഞ്ഞ കള്ളനെ പോലെയുള്ള ഒരു വരവായിരിക്കും. കള്ളന് നോട്ടിഫിക്കേഷനൊക്കെ അയച്ച് ഞാനിപ്പം ഇന്ന സമയത്ത് വന്ന് ഇതെല്ലാം കട്ടുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് തന്നിട്ടല്ല വരുന്നേ. ആരും നനച്ചിരിക്കാത്ത സമയത്തായിരിക്കും കള്ളം വരുന്നത് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു വരവായിരിക്കും കർത്താവിൻ്റെത്. പക്ഷേ അത് ഇരുട്ടിലുള്ളവർക്ക് അത് കണ്ണൻ എന്ന പോലെ അവരെ വന്ന് പിടിക്കുന്നത്. അതാണ് നമ്മൾ വായിക്കുന്നത്, ദാറ്റ് ഡേ വുഡ് ഓവർടേക്ക് യു ലൈക്ക് എ തീഫ്. കള്ളനെ പോലെ കർത്താവ് വരും, പക്ഷെ നമ്മളെ അത് ആ കള്ളൻ എന്ന പോലെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരായി പോകരുത്, ഇരുട്ടിലുള്ളവരല്ലല്ലോ എന്നാ അവിടെ 1 Thessalonians 5:4 വാക്യത്തിൽ വായിക്കുന്നത്. നമ്മൾ ഉണർവുള്ളവരായിട്ട്, ആത്മാവിലൊരു ഉണർവ്, ഇപ്പോഴൊരു നല്ല മനസാക്ഷിയോടെ പരിശുദ്ധാത്മാവിന് നിറവാണ് നിറഞ്ഞ എണ്ണപാത്രങ്ങൾ. ബുദ്ധിയുള്ള കന്യകമാർക്ക്, ബുദ്ധിയുള്ളവരായത് അവരുടെ ബുദ്ധി, അവരുടെ ജ്ഞാനം ഏതിലാണ് വെളിപ്പെട്ടത്? അവർക്കൊരു ഹിഡൻ ലൈഫ് ഓഫ് ലൈഫ് ഇൻ ദ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ജീവന്റെ എണ്ണയുടെ ഒരു സ്നേഹത്തിന്റെ ഒരു നിറവ് അവരുടെ ഹൃദയങ്ങളിൽ കർത്താവിനോടുള്ള ആദ്യ സ്നേഹത്തിന്റെ ഒരു നിറവുണ്ടായിരുന്നു. അത് മറ്റുള്ളവർക്ക് അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനുള്ള ഒരു ഷോ ഓഫ് ആയിരുന്നില്ല, മറിച്ച് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കർത്താവുമായിട്ടുള്ള ഒരു നിറഞ്ഞ എണ്ണപാത്രത്തിലുള്ള ഒരു കർത്താവിനോടുള്ള ഒരു നടപ്പുണ്ടായിരുന്നു. എ സീക്രട്ട് ലൈഫ്, എ സീക്രട്ട് പേഴ്സണൽ വാക്ക് വിത്ത് ദ ലോർഡ്. അവർ പുറമെ ബാക്കിയുള്ളവരെ പോലെ ജോലി ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, വീട്ടിൽ ജോലി ചെയ്യുന്നു, ഓഫീസിലോ ഫാക്ടറിയിലോ ഹോസ്പിറ്റലിലോ പലയിടത്തുമൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നു, പഠിക്കുന്നു. പക്ഷെ ബാക്കിയുള്ളവരെ പോലെ തന്നെ പുറമെ പല കാര്യങ്ങളൊക്കെ, ലോകത്തിലെ കാര്യങ്ങൾ, ഉദ്യോഗവും ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുവെന്ന് അകമേ കർത്താവുമായിട്ടുള്ളൊരു രഹസ്യമായിട്ട് നടപ്പും ഒരു ഉണർവും ബോധവും ഉണർവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കള്ളനെ പോലെ പിടിക്കുന്നത് ആരെയാ? അവിശ്വാസികളെ, ഇരുട്ടിലുള്ളവരെയാണെന്ന് നമ്മളിപ്പോൾ 1 Thessalonians 5:2 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിച്ച് തിരിച്ച് ഞാൻ വെളിപാട് 16:15 വരുമ്പോൾ എന്താ നമ്മൾ വായിച്ചത്? ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കും, തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ച്, കീപ് ഹിസ് ക്ലോത്ത്സ്. ആ കീപ്പ് എന്നുള്ള വാക്ക് അവിടെ തെരയോ എന്നുള്ള വാക്ക് തന്നെ. കീപ് ഹിസ് ക്ലോത്ത്സ് so that he will not walk about naked and men will not see his shame. നമ്മളിപ്പോൾ ആ ഒരു ഉടുപ്പ് സൂക്ഷിക്കുന്ന കാര്യം പറയുമ്പം ആ ഒരു ലോകത്തിന് കറയേൽക്കാതെ ദൈവം നമുക്ക് തന്നിട്ടുള്ള നീതിയങ്കിയും, കർത്താവിൻ്റെ നീതി നമുക്കായിട്ട് കണക്കിട്ടിരിക്കുന്നു. ജസ്റ്റിഫൈഡ് നീതിയങ്കി തന്നിരിക്കുന്നു. അത് മാത്രമല്ല ഒരു മണവാട്ട് വസ്ത്രവും തുന്നാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. മണവാട്ട് വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ എന്നൊക്കെ നമ്മൾ ഇതേ വെളിപാടിൻ്റെ 19:8 വാക്യം, വെളിപാട് 8 വാക്യം, വെളിപാട് 19:8. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ എൻ്റെ ലാറ്റ പാട്ടിൽ 2ാമത്തെ പകുതിയിൽ. അപ്പം ആ ഒരു നീതി പ്രവർത്തികൾ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ പ്രേരണയാൽ, കർത്താവിൻ്റെ ശക്തിയിൽ, കർത്താവിൻ്റെ നാമോദത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് നീതി പ്രവർത്തികളായിട്ട് അത് മണവാട്ടി വസ്ത്രമായിട്ട് വെളിപ്പെടുന്നു. അതൊന്നും ലോകത്തിന് കറയേൽക്കാതെ സൂക്ഷിക്കുന്ന എന്നുള്ളൊരു അർത്ഥമുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം കണ്ടായിരുന്നു, ബെൽറ്റ് എന്ന വസ്ത്രങ്ങളൊക്കെ ഇക്കാലത്താണ് നമ്മൾ വസ്ത്രങ്ങളൊക്കെ ഒരു പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ബെൽറ്റ് ധരിക്കുന്നത്. അപ്പം ആ ഒരു ബെൽറ്റ് ഇല്ലെങ്കിൽ വസ്ത്രം എല്ലാം കൂടെ അഴിഞ്ഞു പോകാം. അപ്പം അതാ ബെൽറ്റ്. കർത്താവിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ വെളിപാട് 1-ാം വായിച്ചപ്പോൾ കർത്താവിനൊരു മാൻറ്റിൽ ഉള്ളതായിട്ട് നമ്മളത് കണ്ടായിരുന്നു. വെളിപാട് 1-ാം വരുമ്പം ഹിസ് ചെസ്റ്റ് girded across his chest with a golden sash എന്ന് നമ്മൾ വായിച്ച്. വെളിപാട് 1:13. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കിൽ ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനായി കണ്ടു. മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി, അതാ girded across his chest with a golden sash എന്നുള്ളൊരു കാര്യം. അത് മഹാപുരോഹിതന്റെ വസ്ത്രത്തിലും, പുറപ്പാട് 29-ാം മഹാപുരോഹിതന്റെ വസ്ത്രത്തിലൊക്കെ ഈ ഒരു ഇങ്ങനെ ഒരു ബെൽറ്റ്, ഗേർഡിൽ ഉള്ളതായിട്ടൊക്കെ നമ്മൾ പുറപ്പാട് 29-ാം വായിച്ചായിരുന്നു. യെശയ്യാവ് 11:5 നമ്മളിപ്പോൾ ആ സമയത്ത് വായിച്ചായിരുന്നു. അത് കർത്താവിൻ്റെ വിശ്വസ്തത, സത്യവും വിശ്വസ്തതയൊക്കെ തന്നെയാണ് ഈ ഗേർഡിൽ, ഈ ബെൽറ്റ്, ഈ സാഷ് എന്ന് പറയുന്നത്. വെളിപാട് 11 യെശയ്യാവ് 11 യെശയ്യാവ് 11:5 വാക്യം.
റൈച്ചസ്നസ് വിൽ ബി ദ ബെൽറ്റ് അബൌട്ട് ഹിസ് ലോയിൻസ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ദ ബെൽറ്റ് അബൌട്ട് ഹിസ് വേസ്റ്റ്. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയും ആയിരിക്കും. ആ ഒരു നീതിയും വിശ്വസ്തതയും, ആ ഒരു സത്യമെന്ന അരക്കച്ചയെ കുറിച്ച് നമ്മൾ എവിടെ വായിക്കുന്നു? സർവായുധവർഗം, ഹോൾ ആമർ ഓഫ് ഗോഡ്. ഇവിടെ എഫേസർ 6-ാം അധ്യായത്തില് ബെൽറ്റ് ഓഫ് ട്രൂത്ത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? എഫേസർ 6-ാം അധ്യായത്തിന്റെ എത്രാമത്തെ വാക്യം ഇവിടെ? അതിന്റെ 14 വായിക്കുമ്പോൾ 14 തന്നെ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. അപ്പൊ ആ ഒരു നമ്മുടെ ജീവിതത്തില് സത്യം, വിശ്വസ്തത, ആ ഒരു നീതി, അതൊന്നും ഇല്ലെങ്കിൽ ഈ വസ്ത്രമെല്ലാം അഴിഞ്ഞു പോവും. ആൾക്കാർ ലജ്ജ കണ്ട്, അയ്യോ ഇവരായിരുന്നു വലിയ വിശ്വാസി, ഇവരുടെ ജീവിതത്തിൽ ഇത്രയേ ഉള്ളായിരുന്നു, ഈ കള്ളത്തരമൊക്കെ കണ്ടില്ലേ, അവരുടെ ആ ഒരു കള്ളത്തരത്തിൽ അവർ പൈസ ഉണ്ടാക്കിയത് കണ്ടില്ലേ, അവരെങ്കിൽ അവരുടെ സത്യസന്ധത ഇല്ലായ്മ കണ്ടില്ലേ, പണത്തിന്റെ കാര്യത്തിൽ അവരുടെ ആ ഒരു ഉടായ്പ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ തന്നെ നോക്കിച്ചിരിക്കും. അതാ ബെൽറ്റ് ഇല്ലാത്തപ്പം വസ്ത്രം ഒഴിഞ്ഞു പോകുന്നത് പോലെയുള്ള ഒരു ലജ്ജ വെളിവാകുമാറ് വസ്ത്രം അവർ സൂക്ഷിച്ചില്ല. അതിനാൽ ഈ ബെൽറ്റ് ഓഫ് ട്രൂത്ത്, നീതിയും വിശ്വസ്തതയാകുന്ന ആ ഒരു നടുക്കെട്ടും അരക്കച്ചയൊന്നും ഇല്ലായിരുന്നു. ആ ഒരു കാര്യം, ആ ഒരു അർത്ഥത്തിൽ പിന്നെ ഈ ഒരു വസ്ത്രം ലോകത്തിന്റെ കറയേൽക്കാതെ നമ്മെ തന്നെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ദൈവത്തിന് മുമ്പാകെ നീതിയായിട്ടുള്ള ഭക്തി എന്നൊക്കെ യാക്കോബ് 1:27 നമ്മൾ 3-4 ആഴ്ച മുമ്പ്, എനിക്കൊന്ന് കഴിഞ്ഞ മാസത്തിലോ മറ്റോ നമ്മൾ ആ ഒരു വാക്യ സാജിബുകാർക്ക് വന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? യാക്കോബ് 1:27 പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയും അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താനുള്ള കളങ്കം അല്ലെങ്കിൽ കറ പറ്റാത്തവണ്ണം തന്നെ കാത്തുകൊള്ളുന്നതും. Those who keep oneself unstained by the world. ലോകത്താലെ കറ പറ്റാതെ സൂക്ഷിക്കണം നമ്മുടെ അകമയുള്ള നടപ്പ്. പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ സൽപ്രവൃത്തികൾ, അനാഥരെയും വിധവന്മാരെയും എന്ന് പറയും, അക്ഷരമായിട്ടുള്ള അനാഥരെയും വിധവന്മാരെയും ദൈവം നമുക്ക് കാണിക്കുന്നവർക്ക് നമുക്ക് നന്മയുള്ളവരായിരിക്കാം. അതുപോലെ ദൈവം നമ്മളെക്കുറിച്ച് ആർക്കൊക്കെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവർക്കൊക്കെ കർത്താവ് ചുറ്റി സഞ്ചരിച്ചു എന്നൊക്കെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 10:38 വായിക്കുന്നുണ്ട്. ഹി വെന്റ് അബൌട്ട് ഡൂയിങ് ഗുഡ് ആൻഡ് ഡെലിവേർഡ് ഓൾ ഹു വേ ഒപ്രസ്ഡ് ബൈ ദ ഡെവിൾ. പിശാച് ബാധിച്ചവരൊക്കെ സൗഖ്യമാക്കിയൊക്കെ ആയിട്ട് ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 10:38 പത്രോസ് തൻ്റെ പ്രിയ ഗുരുവായ പ്രിയനാഥനായിട്ട് കർത്താവിനെ അവിശ്വാസികൾക്ക്, ജാതികൾക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നു. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നത് നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച് നടന്നു എന്നുള്ളൊരു കാര്യം. അപ്പം ആ ഒരു നമ്മുടെ ജീവിതത്തിലുള്ള ആ ഒരു വിശ്വസ്തത, സത്യം എന്നുള്ളൊരു നടുക്കെട്ട്, ഒരു ബെൽറ്റ്, ഒരു സത്യം എന്ന കച്ച കെട്ടിയും അങ്ങനെ നമ്മൾ ദൈവമുമ്പാകെ ഒരു വിശ്വസ്തയോടെയുള്ള നമ്മുടെ ഒരു നടപ്പ്, നമ്മുടെ വസ്ത്രം ലോകത്തിന് കറപെടാതെ സൂക്ഷിക്കുന്നതും സത്യവും വിശ്വസ്തതയൊക്കെ ഉള്ളവരായിട്ട്. പരിശുദ്ധാത്മാവാണ് സത്യത്തിന്റെ ആത്മാവ്. ഹോളി സ്പിരിറ്റ് ഇസ് ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ എന്ന കർത്താവ് അവിടെ യോഹന്നാൻ 14, 15, 16 അധ്യായങ്ങളിലൊക്കെ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് എന്ന കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. ആ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് സത്യം, നമ്മുടെ ജീവിതത്തിലെ സത്യവും വിശ്വസ്തതയും യാഥാർത്ഥ്യവും ഒക്കെ തരുന്നത്. ആ സത്യം എന്നുള്ള വാക്ക് അലേത്യ എന്നുള്ള ഗ്രീക്ക് പദത്തിന് സത്യമെന്നും യാഥാർത്ഥ്യം എന്നും പറയുന്നത്. കാപട്യമില്ലാതെ പുറമെ അകമേ ഉള്ളതുപോലെ തന്നെ പുറമെ എന്തോ ഒരു വലിയ ഭക്തിയുടെ വേഷം, അകമേ ഭയങ്കര കാപട്യവും കള്ളത്തരവും ഒക്കെ ആണെങ്കിൽ അവിടെ സത്യമില്ല. അപ്പം ആ ഒരു സത്യത്തിന്റെ ഒരു കാര്യം നമ്മളവിടെ വായിച്ച്. അപ്പം 3-ാമത്തെ ഭാഗ്യാവസ്ഥ നമ്മൾ കണ്ടു. പിന്നെ 4-ാമത്തെ ഭാഗ്യാവസ്ഥ നമ്മൾ ഇടയ്ക്കൊക്കെ പറയുന്ന ഭാഗ്യാവസ്ഥ എന്താ? കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവര്. വെളിപാട് 19-ന്റെ 4-ാമത്തെ വാക്യമാണ്. വെളിപാട് 19-ന്റെ 9-ാമത്തെ വാക്യം. വെളിപാട് 19-ന്റെ 4-ാമത്തെ ഭാഗ്യാവസ്ഥ, വെളിപാട് 19-ന്റെ 9-ാമത്തെ വാക്യം. അവിടെയും ഗ്രാഫോ എഴുതുക. എന്താ എഴുതണ്ടേ? പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. അപ്പോൾ അവിടെ കാന്തയുണ്ട്, കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരും ഉണ്ട്. കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരും ഭാഗ്യവാന്മാരാണ് എന്ന് വെച്ചാൽ അവർ നരകത്തിലേക്ക് പോയില്ല. എന്നാൽ അവരെക്കാട്ടിലും ഭാഗ്യാവസ്ഥയുള്ള ഇതാരാ? കാന്തയായിട്ട് മാറുന്ന നൂറുമേനി ഫലം കായ്ക്കുന്നവരാണ്.
ഏറ്റവും ഭാഗ്യാവസ്ഥയിലുള്ളവർ. ആ കാന്തയാണ് വസ്ത്രം സൂക്ഷിക്കുന്നതും ആ, എന്താ യുനോ വചനം കാക്കുന്നതൊക്കെയുള്ള ആ ഒരു ഭാഗ്യാവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു. എന്ന് ക്ഷണിക്ക ക്ഷണിക്കപ്പെട്ടവർ നമ്മൾ ഇപ്പോൾ ഒരിക്കലും കല്യാണത്തിന് കാന്തയെ മണവാട്ടിയെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ മണവാട്ടി മണവാളിനും കൂടെയാണ് ബാക്കി എല്ലാവരെയും ക്ഷണിക്കുന്നതെന്ന് പറയുന്നത് പോലെ ഇപ്പം ക്ഷണിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അത് ആ, അത് ആ, ഒരു 100 മേനി ഫലം കായ്ക്കാതെ ഉള്ളവർ, 60 മേനി 30 മേനി കായ്ക്കുന്നവർ എന്നുള്ള ആ ഒരു അർത്ഥമാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. അത് ഒരു ഭാഗ്യാവസ്ഥയാണ്. എല്ലാം അതിൽ നിൽക്കാനല്ല, അതിലും വലിയ ഭാഗ്യാവസ്ഥ നിൽക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം അതാ 4ാമത്തെ ഭാഗ്യാവസ്ഥ. പിന്നെ 5ാമത്തെ ഭാഗ്യാവസ്ഥ വെളിപാട് 20-ന്റെ 6ാമത്തെ വാക്യം. വെളിപാട് 20-ാം അധ്യായത്തിന്റെ 6ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? ബ്ലസ്സഡ് ആൻഡ് ഹോളി ഇസ് ദ വൺ ഹു ഹാസ് എ പാർട്ട് ഇൻ ദ ഫസ്റ്റ് റിസറക്ഷൻ. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഒന്നാമത്തെ പുനരുത്ഥാനം. അവരുടെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. എന്തും ഈ 2ാം മരണം, നമ്മളെല്ലാവരും ഒരിക്കൽ മരിക്കുന്നു, എന്നാൽ പിന്നെ നിത്യമായിട്ടുള്ളൊരു മരണമുണ്ട്. തീപ്പൊയ്കയിലുള്ള മരണം, അതാണ് 2ാം മരണം. നമ്മൾ ആ വെളിപാട് 20-14 നമ്മളത് വായിക്കുന്നുണ്ട്. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ജനിച്ചവര് അക്ഷരികമായിട്ട് മരിക്കുന്നത് 1ാമത്തെ മരണം, എന്നാൽ തീപ്പൊയ്കയിലുള്ളതാണ് നിത്യമായിട്ടുള്ള 2ാമത്തെ മരണം. നമ്മൾ ഒരിക്കൽ മാത്രമേ ജനിച്ചിട്ടുള്ളൂവെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം മരിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ എന്താ? എന്നാൽ നമ്മൾ 2 പ്രാവശ്യം ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലേ മരിക്കേണ്ടി വരത്തുള്ളൂ എന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലായി എല്ലാവർക്കും ഇല്ലേ? എന്താ നമ്മൾ 2 പ്രാവശ്യം ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു, പിന്നെ നമ്മൾ വീണ്ടും ജനിച്ചു, ആത്മാവിൽ ജനിച്ചു, കർത്താവിൽ ജനിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ കർത്താവ് കർത്താവ് വരുന്നതിന് മുമ്പേ നമ്മൾ മരിക്കുകയാണെങ്കിൽ ആ ഒരു മരണമേ നമ്മളെ ബാധിക്കത്തുള്ളൂ. 2ാം മരണം നമുക്കില്ല. എന്നാൽ നമ്മൾ ഒരിക്കലേ ജനിച്ചിട്ടുള്ളൂ, അതായത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച ഒരു മാനുഷിക ജന്മം മാത്രമേ നമുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അക്ഷരികമായിട്ടുള്ളൊരു മരണമുണ്ട്. പിന്നെന്താ? 2ാമത്തെ മരണം, നരകാഗ്നിയിലുള്ള നിത്യമായിട്ടുള്ളൊരു മരണമുണ്ട്. അപ്പം അത് ആ 2ാം മരണത്തിന് പങ്കിൽ അധികാരം ഇല്ലാത്തവരാർക്കാം? 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരും. അതായത് 1ാമത്തെ പുനരുത്ഥാനം എന്ന് പറയാൻ നീതിമാന്മാരുടെ പുനരുത്ഥാനം. 2ാമത്തെ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ വലിയ വെള്ളസിംഹാസനത്തിന്റെ മുമ്പാകെ 1000 വർഷക്കാലത്തിന് ശേഷം അവിശ്വാസികളും അവിടെ ഒരു പുനരുത്ഥാനമുണ്ട് അവർക്ക്. നമ്മൾ യോഹന്നാൻ 5-ാം അധ്യായത്തിലും നീതിമാന്മാരുടെയും ദുഷ്ടന്മാരുടെയും പുനരുത്ഥാനത്തിന്റെ കാര്യം കർത്താവ് പറയുന്നുണ്ട്. നമ്മൾ ആ വാക്യങ്ങളൊക്കെ കണ്ടായിരുന്ന ഒരു 1000 വർഷക്കാലം അതിനിടയിലുണ്ടെന്നുള്ളതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ 1ാമത്തെ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ കർത്താവ് വരുമ്പോൾ ഉള്ളൊരു പുനരുത്ഥാനം. ആ 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴും. ആ വാഴുന്ന കാര്യമൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ ദിവസമായി ചിന്തിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പം 6ാമത്തെ ഭാഗ്യാവസ്ഥ, അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് വെളിപാട് 22-ന്റെ 7ാമത്തെ വാക്യം. എന്താ? ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. വെളിപാട് 22-ന്റെ 7. ബിഹോൾഡ് ഐ ആം കമ്മിങ് ക്വിക്ക്ലി, ബ്ലെസ്ഡ് ഈസ് ഹി ഹു ഹീഡ്സ് ദ വേർഡ്സ് ഓഫ് ദ പ്രൊഫസി ഓഫ് ദിസ് ബുക്ക്. ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ, അനുസരിക്കുന്നവൻ. അത് തന്നെ നമ്മൾ വെളിപാട് 1-3 കണ്ടത്. വചനം പ്രമാണിക്കുന്നവൻ്റെ ഭാഗ്യാവസ്ഥ. വചനം വായിച്ച് കേൾപ്പിക്കുന്നതും വായിക്കുകയും കേൾക്കുകയും. അതാ നമ്മൾ വെളിപാട് 1-3 എന്താ നമ്മൾ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഒരു അനുസരിക്കുന്നതിലുള്ള ഒരു ഭാഗ്യാവസ്ഥ. വചനം ദൈവം നമുക്ക് അനുസരിക്കാൻ തന്നിരിക്കുക, അല്ലാതെ വെറുതെ കൊണ്ട് നടക്കാനുള്ളതല്ല. പക്ഷെ നമുക്കായിട്ടത് അനുസരിക്കാൻ നമ്മുടെ സ്വന്തം ശക്തിയിൽ പറ്റില്ല. പക്ഷെ നമ്മുടെ നിസ്സഹായതയിൽ കർത്താവിനെ ചാരി കർത്താവിൻ്റെ ശക്തിയാൽ കർത്താവ് നമുക്ക് അതനുസരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ 7ാമത്തെ ഭാഗ്യാവസ്ഥ നമ്മളിപ്പം കണ്ടു നിർത്തിയതേ ഉള്ളായിരുന്നു. അതാ നമ്മളിപ്പം 14ാമത്തെ വാക്യത്തിൽ നിന്നാണല്ലോ നമ്മൾ ഇത്രയും 7 വാക്യങ്ങളിലോട്ട് പോയി. 14ാമത്തെ വാക്യമാണ് വെളിപാട് 22-14. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടെ നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ വസ്ത്രം അലക്കുന്ന ഒരു കാര്യം കർത്താവിൻ്റെ രക്തത്താലും വചനത്താലുള്ള ഒരു കഴുകലിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ജീവന്റെ വൃക്ഷത്തിൽ ആർക്കും അധികാരം ഉണ്ടാവുന്നത്? ആ ഒരു ജ്വാലയുള്ള വാളിലൂടെ വളൻ്റെ ഇരയായി തീർന്നവർക്ക് അധികാരമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഇഷ്ടമല്ല, കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കാണ് ആ ജീവവൃക്ഷത്തിൽ നിന്നുള്ള ജീവവൃക്ഷത്തിൽ പങ്കാളികളാകുവാൻ അധികാരമുള്ളത്. ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകുവാൻ
പറ്റുള്ളൂ. പിന്നെ ഗോപുരങ്ങളിൽ കൂടെ കടക്കുന്നവർ എന്ന് പറയുന്നത് അതൊരു ക്രൂശിന്റെ പാതയാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഗോപുരം എന്ന് പറയുന്നത് അത് മുത്താണ്. 12 ഗോപുരം, 12 മുത്ത് എന്നൊക്കെ വെളിപാട് 21-21 നമ്മൾ കണ്ടു. ആ മുത്ത്, ഓയിസ്റ്റർ, പേൾ ഓയിസ്റ്റർ മുത്ത്, ചിപ്പി മുത്ത്, അത് ആ, അതിന് ഫോറിൻ ബോഡി എന്തെങ്കിലും ഈ ചിപ്പിയിൽ വരുമ്പോഴാണ് അത് ചില പദാർത്ഥങ്ങളൊക്കെ ആ, അത് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് പിന്നൊരു ഇത് ഉൽപ്പാദിപ്പിക്കുക. അതാണ് പിന്നെ ഒരു മുത്തായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ സ്വന്തം ഹിതത്തിന് ഇഷ്ടമില്ലാത്തതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിന് കീഴിൽ നമ്മൾ താണിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ നമ്മളെ ഒരു മുത്താക്കി മാറ്റുന്നത് എന്നുള്ള കാര്യം. അതാ അങ്ങനെയുള്ളവർ ഈ ഗോപുരത്തിലൂടെ പ്രവേശിക്കുന്ന കാര്യം എന്നൊക്കെ നമ്മൾ കണ്ടു. വെളിപാട് 22-14 ആ ഒരു ഗോപുരങ്ങളിൽ കൂടെ നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാനാണ്. അപ്പം അങ്ങനെ നമ്മൾ എത്ര ഭാഗ്യാവസ്ഥ കണ്ടു? 7 ഭാഗ്യാവസ്ഥ. കർത്താവിൻ്റെ വചനം പ്രമാണിക്കുന്നവര്, പിന്നെന്താ, കർത്താവിലെ മരിക്കുന്നവര്, എസ്പെഷ്യലി അവസാന കാലത്ത് കർത്താവിൽ മരിക്കുന്നവര്, പിന്നെ അവർ വസ്ത്രം ജാഗ്രതയോടെ സൂക്ഷിക്കുന്നവര്, സത്യവും നരക്കച്ചയോടുകൂടി ലോകത്തിന് കറപ്പെടാതെ വസ്ത്രം സൂക്ഷിക്കുന്നവര്, കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ, എന്നാൽ അതിലേക്കാട്ടിലുപരി കാന്തയായി തീരുന്നവർ ഭാഗ്യവാന്മാർ. പിന്നെ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ എന്ന് പറഞ്ഞാൽ കർത്താവിൽ മരിക്കുന്നവർക്ക്, കർത്താവിൽ ജനിച്ച് മരിക്കുന്നവർക്ക് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളൂ. കർത്താവിൽ വീണ്ടെടുക്കപ്പെടുന്നവർക്ക്. പിന്നെ ഈ പുസ്തകത്തിലെ പ്രവചനം, കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവർ, എസ്പെഷ്യലി വെളിപാട് പുസ്തകത്തിലെ ഈ കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നവർക്ക്. പിന്നെന്താ, ഈ ഒരു ക്രൂസിൻ്റെ വചനത്തിലൂടെ ഞങ്ങളുടെ വസ്ത്രം കർത്താവിൻ്റെ രക്തത്താലും വചനത്താലും ഒക്കെ അലക്കി ക്രൂസിൻ്റെ വഴിയിലൂടെ ജീവവൃക്ഷത്തിൻ്റെ പങ്കാളികളായിട്ട് ആ ക്രൂസിൻ്റെ വഴിയിലൂടെ ഗോപുരത്തിലൂടെ നഗരത്തിൽ കടന്ന് യെരുശലേം നഗരത്തിൻ്റെ പുത്തൻ യെരുശലേമാകുന്ന കർത്താവിൻ്റെ ഭാഗമായി തീരുന്നവർ. അതാണ് ഭാഗ്യാവസ്ഥ. അതിൻ്റെ പിന്നെ 15-ാമത്തെ വാക്യം നമുക്ക് ദൈവം സഹായിച്ച അടുത്ത ആഴ്ച ഫസ്റ്റ് വെനസ്ഡേ ആയിട്ട് കോട്ടേജ് മീറ്റിംഗ് ആയിരിക്കാം. നമുക്ക് അത് കൺഫേം ചെയ്ത് പറയാമല്ലോ. അപ്പം അടുത്ത ആഴ്ചയായിട്ട് നമുക്ക് വെളിപാട് പുസ്തകത്തിലെ ബൈബിൾ സ്റ്റഡി പിന്നെ തുടരാമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം മുമ്പാകെ. നമ്മൾ ഇന്ന് കേട്ട വചനങ്ങളിൽ കർത്താവ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളതായിട്ട് എന്താ ഉള്ളത്, അത് നമുക്ക് ദൈവം മുമ്പാകെ ഏറ്റു പറയാം. അവിടെ കർത്താവിന് മുമ്പാകെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം, പ്രതികരിക്കാം. കർത്താവെ, അവിടുന്ന് എന്നോട് സംസാരിച്ചതിനായിട്ട് നന്ദി. കർത്താവെ, അവിടുത്തെ വചനത്തിൻ്റെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ സ്വന്തം ഇഷ്ടം കർത്താവെ മരിക്കട്ടെ, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ ജീവൻ നമ്മളെ നിറയ്ക്കട്ടെ. വലിയ കർത്താവെ, ആ ഒരു ഭാഗ്യാവസ്ഥ, ആ ഒരു 7 ഭാഗ്യാവസ്ഥ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുവാൻ, ബ്ലെസ്സഡ് ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഞങ്ങളെ ധ്യാനിക്കുന്നത് ഒന്നും വൃതമായി പോകരുത് കർത്താവ്. ഇതെല്ലാം കർത്താവെ ഞങ്ങൾക്കും നിങ്ങൾ ഓരോരുത്തർക്കും, ഞങ്ങളുടെ ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവർക്കും കർത്താവെ, ഞങ്ങൾ ഈ ഒരു ഭാഗ്യാവസ്ഥയുള്ളവരായിട്ട്, ഈ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടായിരിക്കാൻ സഭയായിട്ട്, കുടുംബങ്ങളായിട്ട്, വ്യക്തിപരമായിട്ട് കാണപ്പെടുക ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവെ, ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണം. അവിടുത്തെ വചനം പോലെ ഞങ്ങളിലാവട്ടെ. യേശുവിൻ്റെ അമ്മയായിട്ടുള്ള മറിയം പറഞ്ഞതുപോലെ കർത്താവെ, അവിടുത്തെ വചനം പോലെ ആവട്ടെ. ഇതാ കർത്താവിൻ്റെ അടിമദാസി എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഇതിന് താഴ്ത്തുന്ന ഒരു പൂജ്യമായിട്ട് അവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ നിറച്ചാട്ട് കർത്താവ്, ഞങ്ങളും അങ്ങനെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ, മക്കാരിയോസ് എൻവിയബിളി ഹാപ്പി ആകുവാൻ, ഏറ്റവും അസൂയവഹമാ സന്തോഷമുള്ളവരാകുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ, ഞങ്ങളെ ആശ്വസിപ്പിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ, എൻകറേജ് ചെയ്താട്ടെ കർത്താവെ, അനുഗ്രഹിച്ചാട്ടെ. നന്ദി കർത്താവെ, നന്ദി. ഈ വചനങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ജീവനായിട്ടായിത്തീരണം, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുദിനാനുഭവമായിട്ടായിത്തീരണം. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തുതിക്കുന്നതെല്ലാം യേശുവിൻ്റെ വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.